നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് കർത്താവെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരു പൂജ്യമായിട്ട് കർത്താവ്, ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു. അതെ കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണേ, അവിടുത്തെ രക്തത്താൽ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. യേശുവേ, ഞങ്ങൾക്ക് അങ്ങയെ കാണണം കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ കേൾക്കണം. നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കൽ മാത്രമേ ഉള്ളല്ലോ കർത്താവേ, അങ്ങ് തന്നിട്ടല്ലാതെ എന്തുള്ളൂ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതല്ലാതെ എന്തുള്ളൂ കർത്താവേ. അവിടുന്ന് തന്നെ കർത്താവേ, അവിടുത്തെ നിത്യജീവൻ്റെ മൊഴികളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വചനത്തിന് സമ്പൂർണ്ണമായിട്ടും കർത്താവേ ഞങ്ങളിലൊരു ക്രിയ ചെയ്യാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിനെ സമ്പൂർണ്ണമായിട്ടും ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം കർത്താവേ, അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ ആ സ്വന്തം ഇഷ്ടം, സ്വയജീവൻ, ഞങ്ങളുടെ ജഡം, ഞങ്ങളുടെ സെൽഫ്, അതിനെ ഞങ്ങൾ കർത്താവെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് സർവ്വനിയന്ത്രണവും ഞങ്ങളെ തന്നെ കർത്താവെ ആത്മാവിൻ്റെ വിധേയത്വത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യാനുള്ളതൊക്കെയും അവിടുത്തെ ഹൃദയത്തിൻ്റെ ആലോചനകളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം കർത്താവെ, അവിടുന്ന് വളരണം. യേശുവേ, സഹായിക്കണമേ, അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യം കഴിഞ്ഞ ആഴ്ച ഒന്ന് നമുക്ക് കാണാൻ പറ്റി. കർത്താവ് താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ശിഷ്യന്മാരുമായിട്ടുള്ള ആ ഒരു അന്ത്യത്താഴം കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് ദീർഘമായിട്ടുള്ള ആ സംഭാഷണം, അതിൽ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അതിന് തൊട്ട് മുമ്പേ ഞാൻ രണ്ടാഴ്ച മുമ്പേ നമ്മൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ അത് പറയാൻ വിട്ടുപോയെങ്കിൽ ഞാനത് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അത് പറഞ്ഞായിരുന്നു. എന്നാലും അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി ആ 16:32 കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് പിതാവ് എന്നെ ഏകനായിട്ട് കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം. നമ്മളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു ധൈര്യമാണ്. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ ബാക്കി എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നില്ലായിരിക്കും, വേറെ പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം അവിടെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്, യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തോടെ ഇരിപ്പാൻ തക്കനുള്ള കർത്താവിൻ്റെ വാക്കുകൾ, അതേപോലെയുള്ള യേശുവിൻ്റെ വാക്കുകൾ വേറൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യോഹന്നാൻ 16:32 പിതാവിൻ്റെ അവസാനം എന്താ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്കും താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്ത നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് താൻ ഏകനല്ല താനും, പിതാവിനെ കൈവിട്ടിട്ടില്ല എന്ന് കർത്താവ് ഇതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ് ആ വലിയ ഒരു മനോഹരമായിട്ടുള്ളൊരു വാക്യം. നമുക്ക് മിക്കവർക്കും ഏറ്റവും വളരെ പരിചയമുള്ള വാക്യമാണ്. എങ്കിലും പിതാവിനെ ഏകനായിട്ട് കൈവിട്ടിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു പുത്രൻ്റെ ധൈര്യം, പ്രാഗൽഭ്യം, കർത്താവ് സർവശക്തനായ ദൈവമായിരിക്കെ ഈ ഭൂമിയിലേക്ക് അങ്ങ് വന്ന് ജീവിച്ചവനല്ല, മറിച്ച് തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ട്, നമ്മെപ്പോലൊരു മനുഷ്യനായിട്ട്, എല്ലാത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ജഡത്തിൽ വന്ന ആ കർത്താവ്, എബ്രായർ 4:15 നമ്മൾ വായിക്കുന്ന പോലെ നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ട ആ ഒരു കർത്താവ്, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന കർത്താവ്. റോമർ 8:3 നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ നടുവിലായിട്ട് 29-ാമത്തെ വാക്യത്തിൽ അവിടെയും യേശു കർത്താവ് പറയുന്ന ഒരു വാക്യമാണ്. ഈ 16:32 നമ്മൾ കേട്ടതുപോലെ, എന്താ, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് രണ്ടും അത് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ ചിലപ്പം നമ്മൾ വലിയ വായിലെങ്കിൽ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആരുടെ കൂടെ ദൈവം ഉള്ളതെന്ന് ചോദിച്ചാൽ എന്താ, ഇവിടെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നവരുടെ കൂടെ ദൈവം ഉള്ളത്. അത് നമ്മളവിടെ വായിക്കുന്നത്. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ തൃത്വത്തിൽ രണ്ടാമനാം ദൈവം ആയതുകൊണ്ട് പിതാവിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയുന്നേ, മറിച്ച് എന്താ പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത്, ബിക്കോസ് ഐ ഓൾവേസ് ഡു ദ തിങ്സ് ദാറ്റ് ആർ പ്ലീസിങ് ടു ഹിം. അവന് പ്രസാദമുള്ളത്, അവൻ്റെ ഹൃദയത്തിന് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നേ, അതുകൊണ്ട് അവൻ എന്നെ ഏകനായി കൈവിട്ടിട്ടില്ല. അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് പ്രസാദമുള്ളത് ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ റോമർ 15:3 വാക്യം ഇന്നലെ അവിടെ പവർവേഷനിൽ സംസാരിക്കുമ്പോൾ ഈ റോമർ 15:3
ഈ യോഹനം ഇതിൻ്റെ 8:29 ഒക്കെ ഒന്ന് റെഫർ ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. അവിടെ റോമർ 15-ന്റെ 3-ാമത്തെ വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? അത് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? അത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ തന്നെ ബൈബിളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിൻ്റെ വലിയ ആശീർവാദത്തിൻ്റെ വലിയ വാക്യങ്ങളൊക്കെ വളരെ പോപ്പുലറാണ്. എന്നാൽ ക്രൂസിൻ്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വം. അത് എന്താ ക്രൂസിൻ്റെ വചനം എന്ന് പറയുമ്പോൾ കർത്താവ് ക്രൂസിൽ മരിച്ചു. അത് മാത്രമല്ല, ഞാനും കർത്താവിനോടുകൂടി ക്രൂസിൽ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതാ ഇവിടെ കർത്താവ് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് അവസാനം കർത്താവ് ക്രൂസിൽ മരിച്ചൊരു കാര്യമല്ല ഇവിടെ പറയുന്നേ. റോമർ 15:3 പറയുന്നേ, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ എൻ്റെ മേൽ വീണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. അതാ നമ്മൾ വായിക്കുന്നത്. ഈവൻ ക്രൈസ്റ്റ് ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്. യേശു കർത്താവിന് താൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്ക് പ്രസാദമുള്ള, തനിക്ക് തോന്നുന്ന പോലെ പല കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമായിരുന്നു. അതിനുള്ളൊരു ചോയ്സ് ഉണ്ടായിരുന്നു. എന്നാൽ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട് താൻ ജീവിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും ഒരു ചിന്ത വരുന്നത് അത് തൻ്റെ ജഡത്തിൽ നിന്ന് വരുന്നൊരു ചിന്തയാകാം, പിശാച് കൊണ്ടുവരുന്ന ചിന്തയാകാം, പിശാച് ലോകവ്യവസ്ഥയിലൂടെ ജഡത്തിലേക്ക് കൊണ്ടുവരുന്ന ചിന്തയാകാം. പക്ഷേ അതിലൊന്നും അവിടെ കല്ലെടുത്ത് അപ്പമാക്കാൻ ഒരു ചിന്ത വരുന്നു. അപ്പോൾ അത് പിതാവിൽ നിന്ന് വരുന്ന ഒരു കാര്യം. എനിക്ക് സ്വന്തമായിട്ടുള്ള പ്രസാദമുള്ള കാര്യം, ഇപ്പം ഞാൻ 40 ദിവസമായിട്ട് വിശന്നിരിക്കുക, ഈ 1-2 കല്ല് ഇവിടെ കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആരും വഴക്കിനും കോടതി കേസിനും വരാൻ പോകുന്നില്ല. ഇവിടെ മരുഭൂമിയിൽ കല്ലെണ്ണി വെച്ചിരിക്കുന്നത് അതെടുത്ത് അപ്പമാക്കി തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും മോഷ്ടിച്ചും ഇടിച്ചും പറിച്ചും കട്ട് തിന്നും അല്ല. അവിടെ അത് ന്യായമായിട്ടുള്ള അത് പിതാവിൽ നിന്നുള്ള അഭിഷേകമൊക്കെ ലഭിച്ചു, അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനുള്ള അഭിഷേകമൊക്കെ ലഭിച്ച് യോർദാൻ നദിക്കരയുന്ന ആ സ്ഥാനത്തോടെ അതുവരെയും യേശു മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനാലെ കർത്താവ് ഉരുവായത്. കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏർലിയസ്റ്റ് മുതലേ ഒരു കുഞ്ഞിനെ അറിയാറാവുന്ന ആ ഒരു പ്രായം മുതലേ പരിശുദ്ധാത്മാവ് ഉരുവായതുകൊണ്ട് ഇപ്പോഴും പിതാവിനോടുള്ളൊരു ബന്ധത്തിൽ തന്നെ ആയിരുന്നു യേശു ഉണ്ടായിരുന്നത്. കർത്താവിൻ്റെ ഏർലിയസ്റ്റ് ചോയ്സ് ഓഫ് ഡിസിഷൻസ് പോലും നമുക്ക് മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് ഇപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിച്ചു. പരിശുദ്ധാത്മാവ് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. പലരും വേദിയും സ്ഥാനപ്പെട്ടപ്പോഴാണ് കർത്താവിൻ്റെ മേലെ പരിശുദ്ധാത്മാവിനെ, അതുവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കർത്താവിന് ഇല്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അത് ദൈവദൂഷണം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ കർത്താവിനൊരു പരിശുദ്ധ ജീവിതം ഒരിക്കലും ജീവിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. തന്നെ വിളിച്ചൊരു ഭൂമിയിലെ മനുഷ്യനായിട്ട് കർത്താവ് വന്നിരുന്ന അവിടെ യോർദാൻ നദിക്കരയിൽ കർത്താവിൻ്റെ മേൽ വന്നെന്ന് പറയുമ്പോൾ ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ, അവിടുന്ന് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് ലൂക്കോസ് 4:18 നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അഭിഷേകം എന്ന് പറയുന്ന വാക്ക് കൂടുതൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളൊക്കെ കർത്താവിനെ ലഭിക്കുന്നത് ആ യോർദാൻ നദിക്കരയിലെ സ്ഥാനത്തിനവിടെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ വന്നപ്പോൾ ആ ഒരു അനോയിന്റിങ്, അഭിഷേകം. നമ്മൾ പലപ്പോഴും അഭിഷേകം, സ്നാനം, നിറവ് എന്നുള്ള വാക്കുകളൊക്കെ ഇന്റർചേഞ്ചബിളി അങ്ങ് സാധാരണ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ശരിക്കും അഭിഷേകം എന്നുള്ള വാക്ക് കൂടുതലും ആ ഒരു വരങ്ങളെ കുറിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വചനത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രീസ്റ്റായിട്ട്, കിങ്ങായിട്ട്, പുരോഹിതനായിട്ട്, രാജാവായിട്ടൊക്കെ അനോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു അഭിഷേകം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കൊടുക്കുന്ന ആ ഒരു അതിന് അനോയിന്റിങ് എന്നുള്ളൊരു വാക്ക് കൂടുതലായിട്ട് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി തന്നെയാണ് അഭിഷേകവും വരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ ഗ്രീക്കിലും എബ്രായ ഭാഷയിലൊക്കെ ഓരോരോ പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് അഭിഷേകം, നിറവ്, സ്നാനം എന്നൊക്കെയുള്ള പല പല വാക്കുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ യേശു കർത്താവ് എപ്പോഴും പരിശുദ്ധാത്മ നിറഞ്ഞവനായിരുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് വെച്ചാൽ ആ വരങ്ങൾ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ യോർദാൻ നദിക്കരയിൽ ആ 30 വയസ്സ് എപ്പോഴും ആ വരങ്ങളും ഉണ്ട്. അതിനുശേഷമാണ് ഈ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കർത്താവിന് കല്ല് അപ്പോൾ ആക്കുന്നതിന് വലിയ പ്രയാസമില്ല. പക്ഷേ കർത്താവ് ആ പരീക്ഷകൾ മാത്രമല്ല, കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ പരീക്ഷകൾ നമുക്ക് എന്ത് പരീക്ഷകളൊക്കെ വരുന്നോ ആ പരീക്ഷകളെല്ലാം കർത്താവിനും വന്നിരുന്നു. അപ്പോൾ തന്നെ പ്രസാദിക്കാതെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തതുകൊണ്ട് അവനെന്നെ ഏകനായിട്ട് കൈവിട്ടിട്ടില്ല. അപ്പം അതാ നമ്മൾ യോഹന്നാൻ 16:32 നിങ്ങളെല്ലാവരും താന്താൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു നാഴിക വന്നിരിക്കുന്നു, എന്നാൽ ഞാൻ ഏകനല്ല, പിതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം കർത്താവ് സ്വന്തം ഇഷ്ടം ചെയ്തില്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏകതാഴ്ത്തി എപ്പോഴും ഏൽപ്പിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ട് തൻ്റെ ജഡമാകുന്ന തിരശ്ശീല
എപ്പോഴും ചിന്തപ്പെട്ടുകൊണ്ടേയിരുന്നു. പിതാവിൻ്റെ വചനമാകുന്ന വാളിൽ നിന്ന് തന്നെ ജഡമാകുന്ന തിരശ്ശീല എപ്പോഴും ചിന്തപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിൻ്റെ അവസാനത്തെ സ്റ്റിച്ച് അറുക്കപ്പെട്ടതാണ് ക്രൂസിൽ. അപ്പോഴാണ് ദേവാലയത്തിൽ തിരശ്ശീല ആക്ഷരികമായിട്ട് അങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് ഫുള്ളായിട്ടങ്ങ് ചിന്തപ്പെട്ടതായിട്ട് നമ്മൾ മത്തായി 27:51 വാക്യത്തിലൊക്കെ നമ്മൾ ക്രൂസിലെ ആ കാര്യം വായിക്കുന്ന തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചിന്തപ്പെട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു തിരശ്ശീല. അതുകൊണ്ട് ചിന്തപ്പെടുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യം, പിതാവ് ആക്ഷരികമായിട്ട് പറഞ്ഞാൽ അവിടെ 3-ാം സ്വർഗത്തില്ല, പ്രതീക്ഷയിലാണ് ഉള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പിതാവിൻ്റെ സാന്നിധ്യം തന്നെ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പിതാവിനെ എൻ്റെ മുൻപിൽ കാണുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോയില്ല എന്നുള്ള കാര്യം നമ്മൾ എവിടെ വായിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നടന്ന ശിഷ്യന്മാരായിരുന്നു പത്രോസും യോഹന്നാനും യാക്കോബും അല്ല. അപ്പോൾ അതിൽ പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പരിചയപ്പെടുന്നതും ഒത്തിരി കാലം നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ വേറൊരിടത്തേക്ക് പോകുവാന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ആ പോകുന്നിടത്ത് ആ സഹോദരനെ പരിചയപ്പെടുത്തും. ഇപ്പം നാരായണൻ പേര് അമേരിക്കയിലോട്ട് പോവുക. അപ്പോൾ അമേരിക്കയിലോട്ട് പോകുമ്പോൾ അമേരിക്കയിലെ ടെക്സാസിലുള്ള അല്ലെങ്കിൽ ഓസ്റ്റിനിലുള്ള ചർച്ചിലേക്ക് പോകാന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ബ്രദറിനെ വിളിച്ച് പറയാം, ഇന്നൊരു ബ്രദർ വരുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനാണ് ഈ ബ്രദർ എന്ന് പറയുന്നത് പോലെ യേശുവിനെ ആ 3000-ഓളം യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയ ശിഷ്യനായ പത്രോസ്. അപ്പം യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പത്രോസ് എന്താ പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചവനായിരുന്നു ഈ മെസ്സിഹായിട്ടുള്ള ഈ കർത്താവ് എന്നുള്ളൊരു കാര്യമാണ് യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് സങ്കീർത്തനം 16:8 കോട്ട് ചെയ്തുകൊണ്ട് അവിടെ പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 2:25 നമ്മൾ വായിക്കുന്നത്. ജാതികൾക്ക് ആദ്യമായിട്ട് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഒരു വചനം കൂട്ടിയതായിട്ട് കാണുന്നില്ല. കൊർന്നേലിയോസ് ജാതികൾ അറിയാലോ യഹൂദന്മാരല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിലെ വചനവും കാര്യങ്ങളും അവർക്ക് അത്ര പരിചയമില്ലാത്തത് കൊണ്ട് അവിടെ വചനം കൂട്ടിയതായിട്ടല്ല. നിങ്ങൾക്ക് അറിയുമോ നസ്രായനായ യേശുവിനെ പിതാവ് അഭിഷേകം ചെയ്ത് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നൊക്കെയാണ് അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ എന്താ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2:25 ഞാൻ കർത്താവിനെ യേശുവിനെ കുറിച്ച് ദാവീദ് പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം 16:8 കോട്ട് ചെയ്യുമ്പോൾ അവിടെ ഭക്തരായ യഹൂദന്മാർക്കെല്ലാം അവരുടെ തിരുവെഴുത്തുകളൊക്കെ അവർക്ക് കാണാപ്പാടമായതുകൊണ്ട് ഇത് കോട്ട് ചെയ്യുമ്പോൾ അത് 16-ാം സങ്കീർത്തനത്തിൽ 8-ാമത്, അന്ന് വേഴ്സ് ഡിവിഷൻ ഇല്ലായിരുന്നെങ്കിലും ഇന്ന സങ്കീർത്തനത്തിലെ വാക്യമാണെന്നുള്ള കാര്യം അവർക്ക് അറിയാം, മനസ്സിലാവും. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാൽ ഞാൻ കുലുങ്ങി പോവുകയില്ല. അങ്ങനെ യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞ ദിവസം സാക്ബറിൻ്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് മൊത്തം കേട്ട് തീർന്നില്ല. അതായത് നോയിങ് ദ പ്രസൻസ് ഓഫ് ജീസസ് ഓൾവേസ് എന്ന് പറഞ്ഞ NCCF സംസാരിച്ച ഒരു മെസ്സേജ്. അപ്പം ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ പാട്ട് പാടുമ്പോഴൊക്കെ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ എന്ന് നമ്മൾ പാടിയപ്പോൾ എത്ര പേര് യേശുവിനെ നോക്കിക്കൊണ്ട് നീയല്ലോ എന്ന് പാടി. അത് നമ്മൾ അറിയാവുന്നൊരു പാട്ട്, നീയല്ലോ ഞങ്ങൾക്കുള്ള ആ ഒരു പാട്ടിൻ്റെ ലാഘവത്തിൽ നമ്മളങ്ങ് പാടിയതാണോ അതോ യേശുവിനോടായിട്ടാണോ നമ്മൾ പാടിയത്? ബ്രദർ അവിടെ ആ മെസ്സേജിൽ പലപ്പോഴും ബ്രദർ മെസ്സേജസിൽ പറയുന്നൊരു കാര്യം നമ്മൾ പാട്ടൊക്കെ പാടുമ്പം ശരിയാ, നമുക്കൊരു സ്വാഭാവികമായ ടെൻഡൻസി നമ്മളങ്ങ് പാടുന്നു. പക്ഷെ നല്ല കാര്യം തന്നെ. പക്ഷെ എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് യഥാർത്ഥത്തിൽ നിറയുമ്പം യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ റിയൽ ആവുമ്പം നമ്മൾ പാടുമ്പോൾ നീയല്ലോ എന്ന് പാടുമ്പോൾ കർത്താവിനെ നോക്കിയ കർത്താവെ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത്, യേശുവെ നീ അല്ലാതെ എനിക്ക് ആഗ്രഹിക്കാൻ വേറെ ആരുമില്ലല്ലോ എന്നാ നമ്മൾ. അപ്പം അങ്ങനെ യേശു പിതാവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും അങ്ങനെ ജീവിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റിയതിൻ്റെ കാരണം യേശുവിന് പ്രസാദമുള്ള പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ആ സമയത്തൊക്കെയും തന്നിൽ തന്നെ പ്രസാദിക്കാതെ, റോമർ 15:3 നമ്മൾ വായിച്ചതുപോലെ തന്നെ തന്നെ പ്രസാദിക്കാതെ, ജീസസ് ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്, തന്നെ പ്രസാദിക്കാതെ കർത്താവേ അവിടത്തേക്ക് ഇഷ്ടമുള്ള അവിടത്തേക്ക് പ്രസാദമുള്ളത് എന്താ? അതാ യോഹന്നാൻ 8:29 നമ്മളിപ്പം കണ്ട കർത്താവേ പിതാവേ അവിടത്തേക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ? എനിക്ക് കല്ലപ്പാക്കാനൊരു ചിന്ത വരുന്നുണ്ട്, പക്ഷേ കർത്താവ് പിതാവേ അവിടുന്ന് എന്താ ആഗ്രഹിക്കുന്നത്? അപ്പം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം പിതാവ് പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ ഓർപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണ്ടേ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കണ്ടേ. അപ്പം അത് പിശാചിനോടത് പറഞ്ഞ് ഒരു വാളെടുത്തൊരു വെട്ടുകൊടുത്തു, വചനമാകുന്ന വാളെടുത്ത് പിശാചിനൊരു കുത്തു കൊടുത്തു. പിശാച് ഒരു കുത്തു കൊണ്ടിട്ടൊന്നും പോയില്ല, പിന്നെയും കുത്തു കൊള്ളാൻ വേണ്ടി നിന്ന് 3 കുത്തികൾ കിട്ടിയപ്പോഴത്തേക്കും പിശാച് പിന്നെ കുറച്ച് നേരത്തേക്കൊന്നും ശല്യപ്പെടുത്തിയില്ലെന്നൊക്കെ നമ്മളവിടെ മത്തായി 4-ലും ലൂക്കോസ് 4-ലും ഒക്കെ നമ്മൾ വായിക്കും. നമ്മുടെ ജീവിതത്തിലും
ഈ പിശാചിന് കുറേ അടിയും കുത്തും വെട്ടുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ വചനം വെച്ചാൽ, നമുക്കല്ലാതെ പിശാചിനെ നേരിടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവിൽ കേൾക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ്, കർത്താവേ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർത്തിയാക്കിയാൽ മതി, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം, അതുപോലെ ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യണം കർത്താവ്. അങ്ങനെ ആയിരിക്കുമ്പം വലിയൊരു സന്തോഷം. എന്താ എപ്പോഴും കർത്താവ് കൂടെ ഉണ്ടോ, അത് എത്ര വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, നമ്മൾ പാടത്തോ പറമ്പത്തോ നമ്മളെ ഓഫീസിലോ ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ സ്കൂളിലോ ക്ലാസ്സിലോ ഒക്കെ ഇരിക്കുമ്പോൾ ആര് കൂടെ ഉണ്ട്? ജീസസ് കൂടെ ഉണ്ട്. ജീസസ് കൂടെ ഉള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലേ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് കർത്താവിനോട് ഇപ്പം നമ്മൾ ഇപ്പം തന്നെ ഇത് തന്നെ ഓരോ പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ അവർ ട്രീറ്റ് മരുന്നൊക്കെ എഴുതുന്ന സമയത്തും പല കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോടും കൂടെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്താ പറയണ്ടേ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണ്ടേ. അപ്പം അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. നമുക്ക് കർത്താവിന് പ്രസാദമുള്ളത്, നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും, ജോലി ചെയ്യുമായിരിക്കും, അടുക്കളയിൽ ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തൂത്തുവാരുമായിരിക്കും, അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ മാറാലയെല്ലാം ചെയ്യുമായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ കർത്താവെ അവിടത്തേക്ക് പ്രസാദകരമായിട്ട് എനിക്ക് മാറാല ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായാലും പറഞ്ഞത്, കർത്താവ് ഡെസ്കും ടേബിളും ബെഞ്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് 30 വയസ്സ് വരെ ജീവിച്ചേ തച്ചനായിട്ട്. ഇവൻ തച്ചനല്ലയോ എന്നാണ് മർക്കോസ് 6:3 നമ്മൾ വായിക്കുന്നത്. തച്ചൻ്റെ മകനല്ലയോ എന്ന് മാത്രമല്ല, തച്ചനല്ലയോ എന്ന് അവിടെ വായിക്കുന്നത്. ഈസ് നോട്ട് ദ കാർപ്പൻ്റർ എന്നുള്ള ഇവൻ തച്ചനല്ലയോ, അവൻ തച്ചനായിട്ട് ജീവിച്ച ആ കർത്താവ്, തച്ചനായിട്ട് കർത്താവ് തടിപ്പണിയായിട്ട് ആശാരിപ്പണിയായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോൾ എപ്പോഴും പിതാവിന് പ്രസാദകരമായിട്ടുള്ള ഏറ്റവും തൻ്റെ കഴിവിന് ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങളെ ചെയ്ത് പിതാവിനെ എല്ലാം എന്ത് ചെയ്താലും പിതാവിന് എന്ന് വേണം. നമ്മൾ മെഴുകുവരട്ടി ഉണ്ടാക്കിയാലും എന്തായാലും പറഞ്ഞാൽ പാത്രം തേച്ച് കഴുകുമ്പോഴും തൂക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും മലയാളം പഠിക്കുമ്പോഴും, മലയാളം ചിലർക്ക് ഭയങ്കര കട്ടിയുള്ള സബ്ജക്റ്റ്, അപ്പോൾ മലയാളം പഠിക്കുമ്പോഴും ജീസസിന് എന്ന് വേണം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്ത് പഠിച്ചാലും ജീസസിന് എന്ന് വേണം ബെസ്റ്റായിട്ട് പഠിക്കണം. ജീസസ് എൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്താലും. അപ്പം ആ ധൈര്യമാണ്. അപ്പം ഇല്ലാതെ അവസാനം കർത്താവിൻ്റെ ജീവിതത്തിൽ അവസാനം വന്നപ്പോഴും നിങ്ങളെല്ലാവരും വിട്ടു പോകാണല്ലോ, സാരമില്ല എന്നാലും പിതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന എന്തോ ഒരു സംശയത്തിൻ്റെ ഒരു പറച്ചിലല്ലേ. എപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളിപ്പം പോയാലും ഇല്ലെങ്കിലും ഞാൻ തനിച്ചല്ല, ഐ എം ഓൾവേസ് വിത്ത് ദ ഫാദർ. ആ ഒരു ധൈര്യം, അതാ പൗലോസ് അപ്പോസ്തലനും തൻ്റെ സാക്ഷി അവിടെ നമ്മുടെ വചനത്തിലോട്ട് ഞാൻ വീണ്ടും പോകുന്നില്ല. 2 തിമോഥെയോസ് 4 15-16 വാക്യങ്ങളൊക്കെ പൗലോസിൻ്റെ ജീവിതാവസാനത്തിലും തന്നെ പലരും വിട്ടുപോകുന്ന സമയത്തും കർത്താവ് തൻ്റെ കൂടെ നിന്ന് ശക്തിപ്പെടുത്തിയ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു കർത്താവേ അവിടുത്തെ നമ്മളുടേതായ പല അജണ്ടയും നമ്മളുടേതായ പല പ്ലാനിങ്ങും കാൽക്കുലേഷനും, അത് വേണം ഇങ്ങനെ ആയിരിക്കണം, അതാ അങ്ങനെ ഓരോ നമ്മളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ തന്നെ നമ്മൾ പ്രസാദിച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും കാണത്തില്ല. കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ ഒക്കുന്ന പരിശുദ്ധാത്മ നമ്മളിൽ നിറയുമ്പോഴാണ്. പരിശുദ്ധാത്മ എപ്പോഴും നിറയുന്നത് ക്രൂസിലെ പരിശുദ്ധാത്മാവുള്ളൂ. നമ്മളുടെ സ്വന്തം ഇഷ്ടം എവിടെ അടിയറവ് പറയുന്നു അവിടെ പരിശുദ്ധാത്മാവിന് നമ്മളിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴും കർത്താവേ എനിക്കായിട്ടല്ല, എനിക്ക് അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. എപ്പോൾ പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മളിലേക്ക് വരണമെങ്കിലും എത്രയധികം നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പെന്തക്കോസ്ത് കരിസ്മാറ്റിക് ഗോളങ്ങളിലൊക്കെ അവർ പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്ന് പറഞ്ഞ് ഒത്തിരി ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് ഒരു ഇമോഷൻസിലൊരു ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന പലപ്പോഴും അങ്ങനെയുള്ള സൗകര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ അത് ആ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ആത്മാവിൻ്റെ അഭിഷേകവും പോയി. ആ സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന എപ്പോഴാണോ അവിടെ ആ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന ആ വേറെ വിൽ ഈസ് സറണ്ടേർഡ് ട്രൂലി ടു ദ ലോർഡ് ജീസസ്, there the Holy Spirit will come and fill us. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നിടത്ത് ആ പരിശുദ്ധാത്മാവിനെ നിറവ്. എൻ്റെ ഇഷ്ടമല്ല, പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്
പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് പിതാവിൻ്റെ സാന്നിധ്യം, പിതാവിനെ ഏകനായിട്ട് കൈവിടത്തില്ല. എപ്പോഴും പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പിതാവിനോട് സംസാരിച്ചുകൊണ്ട്, പിതാവിനോട് കൺവേഴ്സ് ചെയ്തുകൊണ്ട്, സല്ലപിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതം ജീവിക്കാം. അപ്പം ഞാൻ ആ ഒരു കാര്യം 16:32 ആ ഒരു ആസ്പെക്റ്റ് ഇതിനു മുമ്പ് അത് എംഫസൈസ് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 1-ാമത്തെ വാക്യം 17-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ഇത് സംസാരിച്ചിട്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. നമ്മളും സ്വർഗത്തിലേക്ക് നോക്കണം. എപ്പോഴും ആ സ്വർഗത്തിലേക്ക് നോക്കിയുള്ള ഒരു ജീവിതമാണ്. നിന്റെ വിശ്വാസ നായകനെ വരുത്തുന്നതിനുമായി യേശുവിലെ നോക്കി ആണ് നമ്മൾ ഓട്ടം ഓടേണ്ടതെന്നൊക്കെയാണ് എബ്രായർ 12:2 നമ്മൾ വായിക്കുന്നത്. ആ നോക്കി എന്നുള്ള വാക്ക് അപ്പോറാവോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഹൊറാവോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം ദൃഷ്ടി എടുത്ത് മാറ്റി കർത്താവിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ സ്വർഗത്തിലേക്ക് നോക്കിയാണ് നമ്മുടെ അകക്കണ്ണുകൾ എപ്പോഴും കർത്താവിലേക്ക് നോക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് മാനുഷികമായിട്ട് സാധിക്കത്തില്ല. ദൈവം നമുക്കൊരു ചോയ്സ് വന്നിട്ടുണ്ട്, നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണം നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാണ്ടതായിട്ടുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളുടെ അകക്കണ്ണുകളെ കർത്താവിലേക്ക് തന്നെ സ്വർഗത്തിലേക്ക് നോക്കി. അതാ നമ്മൾ ആ ഒരു എപ്പായറോ എന്നുള്ള വാക്കൊക്കെ കണ്ടു. ആ ലിഫ്റ്റിംഗ് അപ്പ് ഹിസ് ഐസ്, നമ്മളുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കുവിൻ, ആ ഒരു സ്വർഗീയമായ കണ്ണുയർത്തി നോക്കുവിൻ എന്നുള്ള ആ കർത്താവിൻ്റെ കൽപ്പനയൊക്കെ നമ്മൾ യോഹന്നാൻ 4:35 കൊയ്ത്ത് വളരെയധികം ഉണ്ടെന്നുള്ള ആ കണ്ണുയർത്തി നോക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കണ്ണുയർത്തി നോക്കിക്കൊണ്ടേയിരിക്കാൻ എപ്പോഴാണ് പറ്റുന്നേ? കർത്താവിൻ്റെ ആ കാഴ്ച ലേപം നമുക്ക് വേണം, കാഴ്ചക്കുള്ള ലേപം, കണ്ണിൻ്റെ ലേപം വേണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്ക് യേശു കണ്ടതുപോലെ കാര്യങ്ങളെ കാണാനും മറ്റു മനുഷ്യരെ കാണുമ്പോൾ മറ്റു മനുഷ്യരെ കേൾക്കുമ്പോഴൊക്കെ യേശു കണ്ടതുപോലെ അവരെ കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് അധികമായിട്ട് സാധിക്കുന്നേ. യേശുവും കണ്ണുയർത്തി നോക്കിയതായിട്ട്, പുരുഷാരത്തെ കണ്ട് കണ്ണുയർത്തി നോക്കിയതായിട്ട് 6:5 നമ്മൾ കണ്ട്. യോഹന്നാൻ 6:5, ലൂക്കോസ് 21:28 നമ്മൾ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞ് കണ്ണ് ഉയർത്തി നോക്കണം എന്നുള്ള കാര്യമൊക്കെ കണ്ടു. അതിനുശേഷം കർത്താവ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. പിതാവേ എപ്പോഴും പിതാവേ പബ്ലിക് പ്രെയറിൽ ഫോർമലായിട്ട് പിതാവേ, പ്രൈവറ്റ് പ്രെയറിൽ അപ്പ, അപ്പച്ച, അപ്പ, ഡാഡി, പപ്പ. നമ്മളുടെ പേഴ്സണൽ പ്രെയറിൽ നമ്മൾ അങ്ങനെ ഡാഡി, പപ്പ, അച്ഛ എന്നൊക്കെ വിളിച്ച് ശീലിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ യേശു അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് മർക്കോസ് 14:36 നമ്മൾ വായിക്കുന്നത്. അതേ ആ അബ്ബാ പിതാവേ എന്നുള്ള ആ ഒരു വിളി നമ്മളുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് കൊണ്ടുതരുമെന്നാണ് റോമർ 8:15 നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. പിതാവേ നാഴിക വന്നിരിക്കുന്നു, ഓരോത്തിനും ഒരു നാഴികയുണ്ട്. ആ നാഴിക എന്നുള്ള വാക്ക് പലയിടത്ത് വന്നിരിക്കുന്നതിൻ്റെ 2-3 റെഫറൻസ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു. 2:4 നാഴിക വന്നിട്ടില്ല, കാനായിലെ കല്യാണത്തിന് നാഴിക വന്നിട്ടില്ലെന്ന് മറിയത്തോട് പറയുന്നു. പിന്നെ 7 അവിടെ 7-ാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു ഗ്രീക്ക് വാക്കിൽ ഒരു ചെറിയൊരു ഞാൻ ക്രോണോസ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്കെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ശരിക്കും കൈറോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും സമയം എന്നുള്ള അർത്ഥമുള്ള വാക്ക് തന്നെ. യോഹന്നാൻ 7:6 വാക്യത്തിൽ എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് സഹോദരങ്ങളോട് കൂടാര പെരുന്നാളിൽ യെരൂശലേമിലേക്ക് പോകാൻ വേണ്ടി സഹോദരന്മാർ പറയുമ്പോൾ അവിടെ യോഹന്നാൻ 7:6 എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവിടെ ക്രോണോസ് എന്നുള്ള വാക്കല്ല, കൈറോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അർത്ഥം അത് തന്നെ. ഞാൻ പക്ഷെ പറഞ്ഞ വാക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ക്രോണോസ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശരിക്കും അത് കൈറോസ് എന്നുള്ള വാക്കാന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം സംഭവം ഇതേ ഉള്ളൂ. കർത്താവ് എപ്പോഴും പിതാവിൻ്റെ സമയത്തിനനുസരിച്ചാണ് ജീവിച്ചത്. എത്ര വലിയൊരു മാതൃകയാണ്. എൻ്റെ സമയം വന്നിട്ടില്ല, പിതാവിൻ്റെ സമയത്തിനൊത്തവണ്ണം ജീവിച്ച ഒരു കർത്താവ്. യോഹന്നാൻ 7:6 വാക്യത്തിലൊക്കെ എൻ്റെ സമയം വന്നിട്ടില്ല. 8-ാമത്തെ വാക്യത്തിൽ മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി കം. അതായത് സമയം അങ്ങ് ആവുന്നുണ്ട്, പക്ഷെ അങ്ങ് ഫുള്ള് കറക്റ്റ് ടൈം ആയില്ല എന്ന് പറഞ്ഞതുപോലെ. അതായത് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ മലയാളത്തിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഈ പെരുന്നാൾ, അതായത് 8-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായകൊണ്ട്. അവിടെ ഇംഗ്ലീഷിൽ മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി കം. അങ്ങ് ഓൾമോസ്റ്റ് സമയം വന്നു, എന്നാൽ അങ്ങ് ഫുള്ളായിട്ട് ആക്യുറേറ്റ് ടൈം എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്ന് പറയുന്ന അത് അത്രയധികം അവർ ഓരോന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കായിട്ട് കാത്തിരുന്ന. നമുക്ക് എങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എല്ലാം നമ്മളുടെ ആത്മാവിൽ നമുക്ക് ദൈവം തരുന്ന ആ ഒരു ഫ്രീഡത്തിനനുസരിച്ച് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും നമ്മളിവിടെ റോമർ 8-ാം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സിനെ, ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ ആ ഒരു ജീവനും സമാധാനമൊക്കെ നമ്മളെ മോളി സിസ്റ്ററിൻ്റെ സാക്ഷിയൊക്കെ കേട്ടായിരുന്നു. സിസ്റ്ററിന് എന്തോ ഒരു ലങ്സിൻ്റെ ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് എന്തോ ദൈവം തോന്നിപ്പിച്ചു. സിസ്റ്റർ പോയി ചെക്കപ്പ് ചെയ്തു. അതിനു മുമ്പ് എന്തോ ഒരു കാര്യങ്ങൾ ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ ദൈവം തന്നെ തോന്നിപ്പിക്കുന്ന പോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ ഒരു
ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണം കർത്താവിൻ്റെ ശബ്ദത്തിനായിട്ട് കാതോർത്ത് ഓരോ കാര്യത്തിൽ അങ്ങനെ ചെയ്യുവാൻ നമ്മൾ ആരും അക്കാര്യത്തിൽ പെർഫെക്റ്റ് ഇല്ല. നമ്മളെല്ലാം അക്കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണമുള്ള ജീവിതത്തിൽ നമ്മളെല്ലാം പിച്ചു വെക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരുന്ന ആത്മാവിൻ്റെ ശബ്ദത്തെ നമ്മൾ അധികമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുവാനും മനസാക്ഷിയിലുള്ള ആത്മാവിൻ്റെ ശബ്ദത്തിൽ തന്നെ ചിലപ്പം ചിലരോട് ക്ഷമിക്കാനായിരിക്കും, ക്ഷമ ചോദിക്കാനായിരിക്കും, അതിലൊന്നും തന്നെ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ കൂടുതലൊന്നും ആത്മാവ് പറയത്തില്ല. എന്നാൽ ഇപ്പം ചിലപ്പം എന്താണ് പറയുന്നത്, ഹരി എന്ന് എടി എന്ന് വിളിച്ചതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായിരിക്കും, അപ്പോൾ ഒരു ക്ഷമ ചോദിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മുടെ മനസാക്ഷിയുടെ ഒരു ശബ്ദത്തിന്, മനസാക്ഷിയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്ററേറ്റ് ചെയ്യുമോ, അങ്ങനെ നല്ല മനസാക്ഷിയോടെ നമ്മളായിരുന്നാലേ പരിശുദ്ധാത്മാവിന് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പല കാര്യങ്ങളുമൊക്കെ പറയാൻ, ദൈവം നമ്മളെ ഓർപ്പിക്കാനും പല കാര്യങ്ങൾ കേൾക്കാനും, ദൈവവചനം വായിക്കുമ്പം കർത്താവിൻ്റെ ശബ്ദം കൂടുതലായിട്ട് ക്ലിയറായിട്ട് കാഹളധ്വനി പോലെ അധികമായിട്ട് കേൾക്കാനും ഒക്കെ നിങ്ങൾ കേൾക്കാൻ മന്ദിച്ചു പോയിരിക്കുന്നു, കേൾക്കുവാൻ മാന്യമുള്ളവരായി പോയിരിക്കുന്നു എന്നൊക്കെ Ebrയർ 5:11 എബ്രായ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ആ Ebrയർ 5:11 കണ്ടായിരുന്നല്ലോ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതൽ യേശുവിനെ പോലെ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ നാഴികയെക്കുറിച്ചുള്ളൊരു സെൻസിറ്റിവിറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ 7:30 നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തായിരുന്നു, 8:20 എടുത്തായിരുന്നു, പിന്നെ 12:23 അതേ നാഴിക എന്നുള്ള അതേ വാക്ക് കർത്താവ് പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ഞാനൊന്ന് ജസ്റ്റ് പാസിങ്ങിൽ പറഞ്ഞായിരുന്നു. യോഹന്നാൻ 12:23 വാക്യത്തിലും എന്താ അവിടെ വായിക്കുന്നേ, അവിടെ ഈ തേജസ്കരിക്കപ്പെടുന്ന കാര്യം തന്നെ ഇവിടെയും നമ്മൾ വായിക്കുന്നത് 17:1 എന്താ നമ്മൾ വായിച്ച്, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നുള്ളൊരു കാര്യം. ആ മഹത്വപ്പെടുത്തുക, തേജസ്കരിക്കുക എന്നുള്ളതെല്ലാം ഡോക്സാസോ എന്ന് പറയുന്ന ഒരേ ഗ്രീക്ക് പദം തന്നെ. മഹത്വം, തേജസ് എന്നുള്ള എല്ലാ അർത്ഥം ഈ ഡോക്സ എന്നുള്ള വാക്കിനുണ്ട്. ഡോക്സാസോ എന്നുള്ള വാക്കിന് മഹത്വപ്പെടുത്തുക, തേജസ്കരിക്കുക എന്നുള്ളതെല്ലാം ആ അർത്ഥം വരുന്നത്. അപ്പം യോഹന്നാൻ 12:23 തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. യോഹന്നാൻ 12:23 യേശു അവരോട് ഉത്തരം പറഞ്ഞത്, അവിടെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. അവിടെ പെരുന്നാളിന് വന്ന ചില യവനന്മാരൊക്കെ കർത്താവിനെ കാണണമെന്ന് പറഞ്ഞപ്പം ഫിലിപ്പോസ് ചെന്ന് അവര് ഫിലിപ്പോസിനോട് ചെന്ന് പറഞ്ഞു. ഫിലിപ്പോസിന് മനസ്സിലായി ഈ യേശുവിനെ ഇവരെയൊന്നും അത്ര വലിയ എൻ്റർടൈൻ ചെയ്യാൻ വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഫിലിപ്പോസിന് തന്നെ പോയി കർത്താവിനോട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, ഇത്ര നാൾ എൻ്റെ കൂടെ ഇരുന്നല്ലേ ഫിലിപ്പോസ്, നിനക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം. ഇവർ കുറച്ച് വലിയ ജ്ഞാനവും വലിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് ഹൈഫൈ ആൾക്കാരൊക്കെയാണ് വരുന്നേ. യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുള്ളവർക്ക് സമയം ചെലവഴിക്കാൻ എനിക്ക് താല്പര്യം നിനക്ക് അറിയത്തില്ലേ ഫിലിപ്പോസ് എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഫിലിപ്പോസിന് അറിയാം. അതുകൊണ്ട് ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറയുന്നു. 22 വാക്യം യോഹന്നാൻ 12:22 ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി ധൈര്യം പ്രാപിച്ച് ചെന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവ് ഇവരൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പം കർത്താവ് അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നതൊക്കെയുള്ളൊരു ഉത്തരം പറയുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ ശരിക്കും അത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ചില കർത്താവ് കുറച്ചുകൂടെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ മഹത്വപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. താൻ ക്രൂശിലേക്ക് പോയി, ക്രൂശിലെ ശരിക്കും ആ തേജസ്കരണം അതിൻ്റെ പാരമ്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ മഹത്വപ്രദത്തിൻ്റെ പാരമ്യം കർത്താവ് ക്രൂശിലേക്ക് പോയി പുനരുദ്ധാനം ചെയ്ത് പിന്നെ അവിടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പാരമ്യം, ശരിക്കും ഒരു മഹത്വീകരണം നടക്കുന്നത്. അതാണ് നമ്മൾ യോഹന്നാൻ 17:5 എങ്ങനെയുള്ള മഹത്വീകരണമാണെന്ന് അവിടെ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പിതാവേ, യോഹന്നാൻ 17:5 ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ, അതായത് എല്ലാ സൃഷ്ടിക്കും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്താൽ, അതായത് പിതാവിൻ്റെ വചനമായിട്ട് നിത്യനായ ദൈവവുമായിട്ട് പിതൃത്വത്തിൽ രണ്ടാമനായ വചനമാകുന്ന യോഹന്നാൻ 17:5 വാക്യത്തിൽ ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നുള്ള കാര്യമാണ്. അപ്പം ആ ഒരു പുനരുദ്ധാനവും കഴിഞ്ഞ് സ്വർഗാരോഹണവും കഴിയുമ്പോൾ ഉള്ള ആ ഒരു മഹത്വത്തിലേക്ക്, എന്നാൽ ഈ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറയുക, ഈ നാഴിക വന്നിരിക്കുന്നത് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് യോഹന്നാൻ 12 നമ്മൾ വായിക്കുന്നത്. അതിനുശേഷമാണ് 13 കർത്താവ് ആ ഒരു ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന അത് കഴിഞ്ഞ് അധികം താമസിക്കാതെയുള്ള സമയത്തായി കാര്യങ്ങളൊക്കെ
നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ എങ്ങനെയാ തേജസ്കരിക്കപ്പെടുന്നതിൻ്റെ വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകണമെന്നൊക്കെയാണ് അവിടെ യോഹന്നാൻ 12:24 നമ്മൾ വായിക്കുന്നത്. ഈ പുത്രൻ ആകുന്ന ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചത്താൽ അധികം ഫലമാകുന്ന സഭ ഉണ്ടാകത്തുള്ളൂ. നമ്മളും എപ്പോഴും നമ്മുടെ സഭയിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് പോയ ആ വഴിയിൽ പോയാൽ നമുക്കും അധികം ഫലം കായ്ക്കാൻ വളരെ വിളവുണ്ടാകത്തുള്ളൂ. 25-ാമത്തെ വാക്യത്തിൽ നമ്മുടെ സ്വയജീവനെയൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അതിനെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കും. ഇഹലോകത്തിൽ സ്വയജീവനെ പകയ്ക്കുന്നവനാണ് അതിനെ നിത്യജീവനായിട്ട്, സ്വയജീവനെ പകയ്ക്കുന്നവനാണ് ആ ദേഹിയെ, സോൾ ദേഹിയെ നിത്യജീവനായിട്ട് സൂക്ഷിക്കുന്നത്. അതിനായിട്ട് പറയുക, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ഇപ്പം എങ്ങനെ അനുഗമിക്കാനുള്ള വഴിയാണ് പറയുന്നത്. ഈ ക്രൂസിലൂടെ, പുനരുത്ഥാനത്തിലൂടെയുള്ള പുനരുത്ഥാനങ്ങളിലൂടെയുള്ള അനുഗമനമാണ് വേണ്ടത്. എന്നെ ശുശ്രൂഷ ചെയ്യുന്നവനും എന്നെ അനുഗമിച്ച് ഇതുപോലെ ക്രൂസിൽ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയോടെ ചെയ്താലേ എനിക്ക് ശുശ്രൂഷ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെന്ന് അറിയപ്പെട്ടാൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ഒരുവനൊക്കത്തുള്ളൂ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് ജയിച്ചതുപോലെ നമുക്കും പിതാവിൻ്റെ വലതുഭാഗത്ത്, യേശുവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കുന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നാഴിക വന്നിരിക്കുന്നു എന്നുള്ള കാര്യം, തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നുള്ള വാക്ക് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ 27-ാമത്തെ വാക്യം, ഇതേ 12-ാം അധ്യായത്തിൻ്റെ തന്നെ 27-ാമത്തെ വാക്യത്തിൽ നാഴിക എന്നുള്ള വാക്ക് വീണ്ടും കർത്താവ് ഉപയോഗിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. കർത്താവ് വീണ്ടും ആ നാഴികയിലേക്ക് വന്നിരിക്കുന്നു, നാഴിക ഇപ്പം വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. എപ്പോഴും ആ ഒരു പിതാവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ആ ഒരു യേശുവിൻ്റെ വലിയ അദമ്യമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ നാഴിക അല്ലെങ്കിൽ ഹൊറ എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് വീണ്ടും നമ്മൾ കാണുന്നത് എവിടെ? കർത്താവ് അന്ത്യത്താഴം തുടങ്ങുന്നതിൻ്റെ പ്രാരംഭമായിട്ട് അവിടെ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവർക്ക് ആ നാഴിക വന്നു എന്നുള്ളതെല്ലാം ആ ഒരു ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ കാര്യം എങ്ങോട്ട് പോകണം, ഇപ്പോൾ എരിശിലേമിൽ ഇപ്പം പോകണോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയോ എന്നെല്ലാം പിതാവിൽ നിന്ന് കേട്ട്. അതിന് തൊട്ട് മുമ്പ് അവിടെ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലല്ല, 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 11-ാം അധ്യായത്തിൻ്റെ 53-54 യേശുവിനെ കൊല്ലാൻ വേണ്ടി ചിലർ ആലോചിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായിട്ട് നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിയിലേക്ക് എഫ്രായിം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യോഹന്നാൻ 11-ന്റെ 54-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഏത് സമയത്ത് എങ്ങോട്ട് പോകണമെന്നൊക്കെ പിതാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നടന്ന ആ ഒരു കർത്താവ്, അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ നാഴികയ്ക്ക് അനുസരിച്ച് സിങ്ക്രണൈസ്ഡ് ആയിട്ട് നീങ്ങാനാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് സിമ്പിളായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മളെ തന്നെ എപ്പോഴും ഒരു 0 0 ആയിട്ട് ദൈവഭാഗ്യം അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ഒരു നിർമ്മല മനസാക്ഷിയോടെ ദൈവഭാഗ്യം ആയിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾപ്പാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വചനത്തിനായിട്ട് അധികമായിട്ടുള്ളൊരു ദാഹം ദൈവം തരും. വചനം നമ്മൾ ധ്യാനിച്ച് കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കൂടുതൽ പരിചയമായിരിക്കും. അപ്പോൾ ഓരോ സമയത്തും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം, പല സാഹചര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കേണ്ട ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അത് ഉള്ളത്തിലുള്ള ഫ്രീഡം അനുസരിച്ച് പറയാനും പറയാതിരിക്കാനും ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യം. അതാ നമ്മളിപ്പോൾ 17-ന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു പിതാവിൻ്റെ ടൈമിനനുസരിച്ച് പോയ കർത്താവ്, പിതാവി നാഴിക വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രന് എപ്പോഴും പിതാവിനെ ബാക്കിയുള്ളവരുടെ മഹത്വം അന്വേഷിച്ചില്ല. യോഹന്നാൻ 8-ലെ ആ വാക്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. യോഹന്നാൻ 8-ല് മഹത്വം അന്വേഷിച്ചില്ല, ഇനി ആരെങ്കിലും മഹത്വം കൊടുത്തിട്ടും അത് വാങ്ങിയില്ല എന്നൊക്കെ യോഹന്നാൻ 5-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരിക്കലും തന്നെ ഉയർത്താൻ ആഗ്രഹിക്കാത്ത ഒരു കർത്താവ്, അതാ യേശുവിൻ്റെ ആ ഒരു താഴ്മ. എപ്പോഴും പിതാവിൻ്റെ മുമ്പാകെ ഒരു 0 ആയിട്ട് ഏൽപ്പിച്ചൊരു കർത്താവ് എപ്പോഴും പിതാവിനെ നാമം മഹത്വപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഈ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ പുത്രൻ അവിടെ ആ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോഴാണ് പുത്രന് സഭയിലൂടെ പിതാവിനെ വീണ്ടും മഹത്വപ്പെടുത്താൻ ഒക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ
ജോജി ബേർ ആ മെസ്സേജിൽ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യം പറയുക, നീ അവന് എല്ലാവർക്കും കർത്താവിന് പിതാവ് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ആഗ്രഹം എന്താ? നമുക്കെല്ലാവർക്കും ജീവനെ തരണം, നിത്യജീവനെ തരണം. അത് നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അതായത് പിതാവ് യേശുവിന് എന്തിനു വേണ്ടി അധികാരം നൽകിയെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും സകല ജഡത്തിന്മേലെയും അധികാരം കൊടുത്ത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, അവരെയൊക്കെ റൂൾ ഓവർ ചെയ്ത്, അവരെയൊക്കെ ലോഡ് ഓവർ ചെയ്ത്, അവരെയൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, അവരെയൊക്കെ ഭരിച്ച്, അവരെയൊക്കെ എന്താണ് പറഞ്ഞേ, ഒരു ഉരുക്ക് മുഷ്ടി കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിലെ ജാതീയകളായിട്ടുള്ള രാജാക്കന്മാര് അങ്ങനെയൊക്കെയുള്ള അധികാരമാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ പിതാവ് പുത്രന് എന്തിനു വേണ്ടിയാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ, തനിക്ക് കൊടുത്തിട്ടുള്ളവർക്കെല്ലാം നിത്യജീവനെ കൊടുക്കാൻ വേണ്ടിയാ അധികാരം കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണാം. അപ്പം എന്തിനു വേണ്ടി ദൈവം നമ്മുടെ സാങ്ക്വേറിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യം മേ ബി ന്യൂ കവനന്റ് സെർവൻ പുതിയ നിയമത്തിലെ ദൈവപ്രത്യം എന്നുള്ള ആ ഒരു സാങ്ക്വേറിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നി ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വാക്യത്തിൻ്റെ റെഫറൻസോടുകൂടി ഇങ്ങനെ ഒരു അർത്ഥം, അതായത് പറയുമായിരുന്നു, ആത്മീയ അധികാരം ദൈവം തരുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാരണം എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഒരു ആത്മീയ അധികാരം, നമ്മളിപ്പം വീട്ടിലായിരിക്കുമ്പം അപ്പനെന്ന നിലയിൽ ഭാര്യയുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും നമുക്കൊരു ആത്മീയ അധികാരമുണ്ട്. അമ്മ എന്ന നിലയിൽ മക്കളുടെ മേലും നമുക്കൊരു ആത്മീയ അധികാരമുണ്ട്. അല്ലെങ്കിൽ മൂത്ത സഹോദരന്മാർക്ക് ഇളയ സഹോദരന്മാരുടെ മേലൊരു ആത്മീയ അധികാരമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങൾക്കൊരു ആത്മീയ അധികാരമുണ്ട്. എന്തിനാ ദൈവം നമുക്ക് അധികാരം തരുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാ? മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ, മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താനോ, അവരുടെ മേൽ ഭരിക്കാനോ, ഞാൻ എത്ര കേമനാണെന്ന് കാണിക്കാനോ അല്ല, മറിച്ച് നമുക്ക് ദൈവം തന്നിട്ടുള്ളവർക്ക് എന്ത് കൊടുക്കണം? നിത്യജീവനെ കൊടുക്കണം. ആ നിത്യജീവൻ എന്താണെന്ന് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ഏകസത്യ ദൈവമായ നിന്നെയും, ഒരു സത്യദൈവമേ ഉള്ളൂ, ഒത്തിരി കോടി ദൈവങ്ങളൊന്നുമില്ല, ഒരു സത്യദൈവമേ ഉള്ളൂ, ഒൺലി ട്രൂ ഗോഡ്, ഒരു സത്യദൈവമായിട്ടുള്ള അങ്ങേയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും. അപ്പം അവിടെ അങ്ങേയും യേശു ക്രിസ്തുവിനെയും അല്ലെങ്കിൽ അങ്ങേ എന്നെയും അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ പിതാവിൽ നിന്ന് അയക്കപ്പെട്ടവനായിട്ടുള്ള ആ യേശു പിതാവ് അയച്ചവനാണ്. യേശു പിതാവ് അയച്ച് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് എന്നുള്ളൊരു കാര്യം ഊന്നി പറയുക തൻ്റെ ദൗത്യം. ആ ഒരു അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നുള്ളൊരു അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ദ അപ്പോസ്തലൻ, ഒത്തിരി അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് അപ്പോസ്തലൻ എന്നുള്ളൊരു വാക്ക്, യേശുവിന് അപ്പോസ്തലൻ എന്നുള്ളൊരു സ്ഥാനം ഉള്ളതായിട്ട് നമ്മളെവിടെ കാണുന്നത്? എബ്രായർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്റ്റലോ എന്നുള്ള വാക്ക് ടു സെൻഡ്. അപ്പം അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. അപ്പം ഇവിടെ പിതാവ് അയച്ചവനായ യേശുവിനെയും നമ്മൾ വായിക്കുന്നത്. എബ്രായർ 3-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ യേശുവിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? നമ്മൾ അപ്പോസ്റ്റൽ, നമ്മൾ യേശുവിന് ഒത്തിരി ടൈറ്റിൽസ് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. ഇപ്പം യേശു മഹാപുരോഹിതനാണ്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണെന്നൊക്കെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വീണ്ടും കാണുന്ന കാര്യം നമുക്കറിയുന്ന കർത്താവിൻ്റെ ഒരു ടൈറ്റിൽ കർത്താവ് അപ്പോസ്തലനും കൂടാ. എങ്ങനെ കർത്താവ് അപ്പോസ്തലനാവുന്നേ? പിതാവിൽ നിന്ന് അയക്കപ്പെട്ടവനായിട്ട് വന്ന ആ ഒരു കർത്താവ്. അപ്പോൾ ആ ഒരു അപ്പോസ്തല ശുശ്രൂഷ ഇന്ന് നമുക്കറിയാം. ആ ഒരു ദൈവം അയച്ച് ഒരുപാട് ഇടങ്ങളിൽ സഭയെ സ്ഥാപിക്കാനും ആ സഭകളുടെ നേതൃത്വം വഹിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു പിതാവായിട്ട്, ആത്മീയ പിതാവായിട്ടുള്ള ഒരു ശുശ്രൂഷയൊക്കെ യഥാർത്ഥത്തിൽ അപ്പോസ്തലിക ശുശ്രൂഷ. ഇന്ന് പലരും സ്വയമായിട്ട് അപ്പോസ്റ്റൽ സോവാൻസോ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും ടി വിയിലും ഒക്കെ പേരെടുക്കുന്നതൊക്കെ കണ്ടാൽ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. പിതാവ് അയച്ചവനായ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ആ അറിയുക എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ഗ്നോസ്കോ എന്ന് പറഞ്ഞൊരു വാക്ക്. ഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്. ഡോക്ടറെ അടുത്ത് ചെന്ന് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ ഡയഗ്നോസിസ് എന്തുവാ രോഗം എന്ന് ചോദിക്കും. ഡയഗ്നോസിസ്. ഇതിന് പ്രോഗ്നോസിസ് എന്താ? ഈ രോഗം ഇനി എങ്ങനെ എൻ്റെ എത്ര നാളെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം,
പ്രോഗ്നോസിസ് എന്താ? അപ്പം അഗ്നോസിസ് എന്നുള്ള വാക്ക് അറിവ്, നോളജ് എന്ന അഗ്നോസിസ് എന്നുള്ള വാക്കിന് അർത്ഥം. ഗ്നോസ്കോ എന്ന് പറഞ്ഞാൽ അറിയുക. ആ അറിയുക എന്നുള്ള ആ ഗ്രീക്ക് പദം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ആ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിലുള്ള ആ ഒരു ഏറ്റവും ആഴത്തിലുള്ള ഒരു അറിവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടും ഈ ഗ്നോസ്കോ എന്നുള്ള പദം ഉപയോഗിക്കുന്നുള്ളതായിട്ട് നമ്മളത് വചനത്തിൽ തന്നെ, അത് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ ഒരു വാക്യത്തിൽ അവിടെ മറിയം പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ലൂക്കോസ് 1-ാം അധ്യായത്തിലല്ല 2-ാം അധ്യായത്തിൽ, ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് 2-ാം അധ്യായത്തിലല്ല 1-ാം അധ്യായത്തിൽ തന്നെ, സോറി, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ലൂക്കോസ് 1-ാം അധ്യായം, NASB ട്രാൻസ്ലേഷനിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. 34-ാമത്തെ വാക്യം ലൂക്കോസ് 1:34 മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അവിടെ ഗ്നോസ്കോ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ അറിയുക എന്നുള്ള പദം. ഇംഗ്ലീഷിൽ NASB ട്രാൻസ്ലേഷൻ അവിടെ ആക്യുറേറ്റ് അല്ല. ഹൗ ക്യാൻ ദിസ് ബി സിൻസ് ഐ എം എ വെർജിൻ എന്ന് അവരങ്ങ് പാരഫ്രൈസ് ചെയ്ത് പറയുക. ശരിക്കും KJV അത് പറയുന്നുണ്ട്, സിൻസ് ഐ ഡു നോട്ട് നോ എ മാൻ എന്നുള്ളൊരു അർത്ഥം. അപ്പം ആ ഒരു ഗ്നോസ്കോ എന്നുള്ളൊരു പദമാണ് ഇവിടെയും കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം. ആ പിതാവാൻ ദൈവത്തെ, പുത്രനാം ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പം ദൈവം നമുക്ക് ആത്മീയ അധികാരം തരുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇൻചാർജിലുള്ളവരെ, നമ്മളുടെ ചാർജിലുള്ളവരെയൊക്കെ ദൈവത്തെ അറിയുന്ന ഒരു അറിവിലേക്ക്, എങ്ങനെയുള്ളൊരു അറിവിലേക്ക് നയിക്കണം, അതുപോലെ ഒരു ആഴത്തിലുള്ള ദൈവത്തെ ആത്മമണവാളനായിട്ട് അറിയുന്ന ഒരു ആത്മാവിൽ കർത്താവിനോട് ഒന്നായി ചേരുന്ന ഒരു അറിവിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് അധികമായിട്ട് ദൈവത്തിൻ്റെ ആ ജീവൻ, ആ ദൈവത്തിൻ്റെ നിത്യജീവൻ എന്നുള്ള വാക്ക് രണ്ടർത്ഥതലം, അത് ഒരു നാണയത്തിന് 2 വശം പോലെ. ഒന്ന്, ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. നമ്മളിപ്പോൾ അത് യോഹന്നാൻ 17:3 നമ്മളത് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സാഗ്ബറിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിത്യജീവൻ, അയോണിയോസ് ജോയെ എന്നുള്ള ഒരു ഗ്രീക്ക് വാക്ക്. അയോണിയോസ് എന്ന് പറഞ്ഞാൽ നിത്യം എന്നുള്ള വാക്കിന്, ഇറ്റേണൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ അന്ത്യമില്ലാത്തത് എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ സാധാരണ നിത്യജീവൻ, അപ്പോൾ നിത്യമായിട്ട് ജീവിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നത് ആ നിത്യജീവൻ, നിത്യമായിട്ട് സ്വർഗത്തിൽ പോകുന്ന ആ നിത്യജീവൻ. പൊതുവേ നമ്മൾ മലയാളം അർത്ഥത്തിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ. അപ്പം എന്നാൽ യഥാർത്ഥത്തിൽ നിത്യം എന്നുള്ള ആ അയോണിയോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആദിയും ഇല്ലാത്തത് അന്തവും ഇല്ലാത്തതെന്നാണ്. അപ്പം നരകത്തിലേക്ക് പോകുന്നവരും നിത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നിത്യമായിട്ട് അവിടെ തീപ്പൊയ്കയിൽ എരിയുന്നുണ്ട്, അവരും നിത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ജസ്റ്റ് ചെല്ലുന്നതിനല്ല യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നേ, മറിച്ച് ദൈവത്തിൻ്റെ ജീവൻ, ആദ്യം അന്തമില്ലാത്ത ജീവൻ ആരുടെ ജീവനാ? തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ലാത്ത ജീവൻ. നമുക്കല്ല, നമ്മുടെ മാനുഷിക ജീവൻ, നമ്മളുടെ ശാരീരിക ജീവൻ ഒരു തുടക്കം ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി, മരണത്തിൽ ആ ശാരീരിക ജീവൻ അങ്ങ് പോകുന്നു. അതിന് തുടക്കമുണ്ട് ഒടുക്കമുണ്ട്. എന്നാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരേ ഒരു ജീവൻ ആരുടെ ജീവനാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജീവനാണ്. ആ ജീവൻ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്, ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം എന്നൊക്കെ 2 പത്രോസ് 1:4 വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, ദിവ്യ സ്വഭാവം. അപ്പം ആ നിത്യജീവൻ എന്നുള്ള വാക്കിന് ഒരു നാണയത്തിന് 2 വശം പോലെ 2 അർത്ഥതലമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ജീവൻ്റെ പങ്കാളികളായി തീരുക. എനിക്ക് ദൈവത്തെ ഒത്തിരി അറിയാം, പക്ഷെ എൻ്റെ സ്വഭാവം കണ്ട ദൈവത്തെ അറിയുന്ന ഒരാളെ പോലെ തോന്നുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്ത് കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ഞാൻ ദൈവത്തിന് വളരെ അടുത്ത ആളാണ്, പക്ഷേ നമുക്ക് ഭയങ്കര ദേഷ്യവും വെപ്രാളവും ടെൻഷനും പരാതിയും പെറുവെറുപ്പും കയ്പും വിദ്വേഷവും. ദൈവത്തെ വേണ്ടൊന്നും അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയുന്നതിനനുസരിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നതിന് തുടക്കം എപ്പോഴാണ്? വീണ്ടും ജനിക്കപ്പെടാൻ ആ നിത്യജീവന്റെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി പരിശുദ്ധാത്മാവാണ് ജീവന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ നിത്യജീവന്റെ ഒരു തുടക്കമായി. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ തുടങ്ങുന്നുണ്ട്. അല്ലാതെ നമ്മൾ സ്വർഗത്തിലേക്ക് മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതല്ല നിത്യജീവൻ. ഇപ്പം തന്നെ നമുക്ക് നിത്യജീവനുണ്ട്. എന്താ, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ അവിടെ ദൈവത്തെ അറിയുന്ന ഒരു ചെറിയൊരു അറിവ്, എനിക്ക് ദൈവം പിതാവായിട്ടുണ്ട്, യേശുവിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എന്നെ എത്രയധികം സ്നേഹിക്കുന്നു, ദൈവത്തെ അറിയുന്ന ഒരു ചെറിയൊരു അറിവുണ്ട്. എന്നാൽ ഓരോ സമയത്തും ഞാൻ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ വചനം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ തന്നെ ഞാൻ കർത്താവേ അവിടുത്തെ വചനത്തിനായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു
എന്ന് പറഞ്ഞ് അങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താ, എനിക്ക് പ്രസാദമുള്ളത് ചെയ്യാതെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യാനായിട്ട്, എനിക്ക് പ്രസാദമുള്ളതെന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ സഭായോഗം ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പോകാനാ സ്വാഭാവികമായിട്ടൊരു ജഡത്തിൻ്റെ സ്വയത്തിൻ്റെ ഒരു ഇഷ്ടം. അവിടെ അല്ല, ഞാനത് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണന കൊടുത്ത് എങ്ങനെയെങ്കിലും കർത്താവെ സഭയോഗം മിസ്സാക്കാതെ, ഇനിയിപ്പം അഥവാ എന്തെങ്കിലും പനിയോ പ്രശ്നങ്ങളോ ഒക്കെ കാരണം നമുക്ക് യോഗത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പം ദൈവം സഹിച്ച് നമുക്ക് ഓൺലൈനായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യാൻ തക്കെ വേണം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ചെലവഴിക്കാനാണ് നമ്മുടെ ഇഷ്ടം. പക്ഷേ അവിടെ കർത്താവ് എനിക്ക് അവിടുത്തെ വചനത്തിൽ എന്താ പറയുന്നതെന്ന് അറിയണം, കർത്താവ് എനിക്ക് അവിടുത്തെ വചനം വായിക്കണം, ധ്യാനിക്കണം, ആ വചനം കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കി തരുന്ന സഹോദരങ്ങളുടെ മെസ്സേജസോ ടീച്ചിങ്സോ ബുക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് വായിക്കണം, ധ്യാനിക്കണം. അങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ അല്ല കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഓരോ ദിവസവും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് എന്താ പരിശുദ്ധാത്മാവിൻ്റെ അളവ് എന്നിൽ വർദ്ധിച്ച് വരുന്നത്. ചില നിത്യജീവൻ്റെ അളവ് വർദ്ധിച്ച് വരുന്നത്. ഞാൻ യേശുവിനെ അറിയുന്നത് വർദ്ധിച്ച് വരുന്നത്. അപ്പോൾ ആ നിത്യജീവൻ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമാണ്. എന്തൊക്കെയാ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിത്യജീവൻ എന്നുള്ള വാക്കിന് എന്തൊക്കെയാ രണ്ടർത്ഥം? ഒന്ന്, ദൈവത്തിൻ്റെ ജീവൻ തന്നെ ആ നിത്യജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം ആ നിത്യജീവൻ. പിന്നെ ദൈവത്തെ അത് എങ്ങനെ നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തെ അറിയുന്നതിലൂടെ നമുക്ക് ആ ജീവൻ ലഭിക്കുന്നത്. ദൈവത്തെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്നുള്ള വാക്ക് നമ്മളിപ്പോൾ ഇവിടെ 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ എത്രയധികം കർത്താവിനെ അറിയുന്നുവോ അത്രയധികം കർത്താവിൻ്റെ ജീവൻ നമുക്കുണ്ട്. എത്രയധികം കർത്താവിൻ്റെ ജീവൻ നമുക്കുണ്ടോ അത്രയധികം കർത്താവിനെ നമ്മൾ അറിയുന്നു. ഒരു നാണയത്തിന് രണ്ട് വശം പോലുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിന് ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നിത്യജീവനാണ്. അതെവിടെ വായിക്കുന്നത്? നമ്മൾ റോമർ 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നിത്യജീവനാണെന്നാണ് പറയുന്നത്. റോമർ 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. എന്താ, നമ്മൾ സാധാരണ സുവിശേഷം പറയുമ്പം 23-ാമത്തെ വാക്യം പറയാറുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പം ആ ഗിഫ്റ്റ്, നിത്യജീവൻ ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഒരു ഗിഫ്റ്റാന്ന് പറയുമ്പോൾ എന്താ കുറച്ചായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരിടത്ത് ഹൗസ് വാമിങ്ങിന് പോയി അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞാൽ കുറച്ചായിട്ടല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുക എന്ന് നമ്മൾ പറയും. അപ്പം നമ്മൾ ആ വാക്യം മാത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കൃപാവരം, ദൈവത്തിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനാണ് ദൈവത്തിൻ്റെ വരം, ദൈവത്തിൻ്റെ കൃപാവരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റാണ്, അതൊരു സമ്മാനമാണ് എന്നുള്ള കാര്യം വായിക്കുമ്പോൾ അതങ്ങ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടിപ്പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, ആ നിത്യജീവൻ ഗിഫ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു തുടക്കം കിട്ടി രക്ഷിക്കപ്പെടുമ്പം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രൂശ് എടുത്ത ഓരോ ദിവസവും കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളതിനെ എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ജീവൻ്റെ സമൃദ്ധി, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ. എന്ത് ജീവനാണ്? കർത്താവ് പറഞ്ഞ ജീവൻ നിത്യജീവൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഓക്സിജൻ വെച്ച് ഉള്ള ICUവിൽ ശാരീരിക ജീവൻ നിറവേർത്തുന്ന ആ ജീവൻ്റെ കാര്യമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് യോഹന്നാൻ 10:10 ഞാൻ ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാന്ന് പറയുമ്പോൾ, ജീവൻ ഉണ്ടാകാന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ, ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിൽ, ആ ക്രൂശിലൂടെ ഉള്ള ജീവിതത്തിൽ ഞാൻ മരിച്ച് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ആ ഒരു സമൃദ്ധമായി കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിനെ അറിയുന്ന ഒരു ജീവിതം ഉണ്ടാകുന്ന ഒരു കാര്യം. അത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ, റോമർ 6-ന്റെ 22-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരുന്ന്, പിന്നെന്താ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, ഇന്നലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നല്ലോ, അപ്പം സ്വാതന്ത്ര്യം, ഹാവിങ് ബീൻ ഫ്രീഡ് ഫ്രം സിൻ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ. അപ്പം ആ ഒരു വാക്യത്തിൽ നിന്ന് സാക്ബേർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ആരാ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് ദൈവത്തിൻ്റെ ദാസൻ. ഇന്ന് നമ്മൾ വെള്ളയും ഇടുന്നവരെ എല്ലാം, ദൈവദാസൻ വന്ന് 4 ലക്ഷം രൂപ കടം ചോദിച്ചു, ദൈവദാസനല്ലേ, ഇപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുന്നത് എന്ന് പറയും. പക്ഷേ അത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഹാവിങ് ബീൻ ഫ്രീഡ് ഫ്രം സിൻ ആൻഡ് എൻസ്ലേവ് ടു ഗോഡ്. എന്നാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കും. നമ്മൾ ഏതൊരളവിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചോ ആ ഒരു അളവിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവദാസന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്, പണം ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്നവർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരോ അവർക്ക് വേണ്ടിയോ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ
യുനോ കർത്താവിന് അപ്പോസ്തലന്മാരോ പണം ചോദിച്ചില്ല. എന്നാൽ എന്താ യുനോ പൗലോസ് ആണെങ്കിൽ സഭയിലുള്ള ചില സൗരങ്ങൾക്ക് ചില ആവശ്യം വന്നപ്പോൾ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ ബലമുള്ള ചില സൗരങ്ങളോട് നിങ്ങളൊന്ന് അത് കളക്ട് ചെയ്ത് വെച്ച് മറ്റവർക്ക് അത് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞുള്ള, അല്ലാതെ പൗലോസ് തനിക്കായിട്ടോ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടോ ഒരിക്കലും പണം ചോദിച്ചില്ല. ഒരു അപ്പോസ്തലന്മാരും പണം ചോദിച്ചില്ല. യേശുക്രിസ്തു ചോദിച്ചതേയില്ല. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മിനിസ്ട്രിക്കായിട്ട് ഇത്ര ഡൊണേറ്റ് ചെയ്യണം, ഇത്ര വെബ്സൈറ്റിൽ ആദ്യം തന്നെ ഡൊണേറ്റ് എന്നുള്ള ആ വെബ്സൈറ്റിലിട്ട് പോകുമ്പോൾ ഡൊണേറ്റ് ഇങ്ങനെ ക്ലിക്കായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഇത് വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡൊണേറ്റ് ശ്രദ്ധിക്കണം, അതിലാദ്യം ക്ലിക്ക് ചെയ്യണം. അതിനുവേണ്ടിയാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറഞ്ഞ ക്രിസ്ത്യനായിട്ടുള്ള രീതിയിൽ ഗീവ് തരൂ എന്ന് പറഞ്ഞ് ബഗ് ചെയ്തുകൊണ്ടുള്ള അത് ദൈവനാമത്തിന് എത്ര ദൂഷണമായിട്ടുള്ള കാര്യമാണ്. അവിശ്വാസികൾ കർത്താവിൻ്റെ നാമത്തെ ദൂഷിക്കാൻ വളരെയധികം കാരണമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ദ്രവ്യദാസന്മാരുള്ളവരെ നമ്മൾ എത്ര കിലോമീറ്റർ അകത്ത് നിർത്തണം. അവോയ്ഡ് സച്ച് മെൻ ആസ് ദീസ്. അങ്ങനെയുള്ളവരെ വീട്ടിൽ സൽക്കരിക്കുക പോലും ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതല്ല. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ വിട്ടു നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് 2 തിമോത്തിയോസ് 3-5 വാക്യത്തിൽ. അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാളോട് അധികം സമയം ചെലവഴിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു വന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫ്കോഴ്സ് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു മാന്യതയോടെ നമ്മൾ പെരുമാറും. പക്ഷേ എന്താണ് പറയുന്നത്, നമുക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാനോ അവർക്ക് കൈമടക്ക് കൊടുക്കാനോ കാൽമടക്ക് കൊടുക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഒഴിഞ്ഞു നിൽക്കാനോ ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെ ഉള്ളപ്പം അതനുസരിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നി നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ പണം നഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ കർത്താവിന് മുമ്പാകെ അനുദപിക്കണം. അത് 2 തിമോത്തിയോസ് 3-5 വാക്യത്തിൽ പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് വേഷമൊക്കെ ഉണ്ട്, ഭാഷയൊക്കെ ഉണ്ട്, എന്നാൽ ചിലപ്പോൾ അന്യഭാഷ എന്ന് പറയുന്ന കാര്യവും ശബരപരപര എന്നുള്ള ചില സിലബിൾസ് ഇങ്ങനെ കൂടെ പറയുന്ന ഭാഷയും കാണും. ഭാഷയും വേഷയൊക്കെ ഉണ്ട് എന്ന് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന, ശക്തി എന്താണെന്ന് വെച്ചാൽ ജീവൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ അങ്ങനെയുള്ളവരൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. അത് ദൈവം ഇപ്പോൾ ഒരാളെ നമുക്ക് എത്ര ഇഷ്ടമാണെങ്കിലും അയാൾക്ക് നിപ്പ ബാധയുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കെട്ടിപ്പിടിക്കൂ. നിപ്പ ബാധയുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കത്തില്ല. എത്രയും അവോയ്ഡ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നിപ്പയാണ് നമ്മൾ പേടിക്കുന്നത്, അതോ പാപത്തെയാണോ നമ്മൾ പേടിക്കുന്നത്, ഏതാ നമ്മൾ കൂടുതൽ ഭയക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു കാര്യം അപ്പം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയില്ല. അങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ദൈവത്തിന് ദാസന്മാരായിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അതിൻ്റെ ഫലം വിശുദ്ധീകരണം, അതിൻ്റെ ഒരു ബെനിഫിറ്റായി യു ഡിറൈവ് യുവർ ബെനിഫിറ്റ് റിസൾട്ടിങ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. അതിൻ്റെ ഒരു ബോണസ് എന്നവണ്ണം നിൽക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ. കർത്താവിനെ ശുശ്രൂഷിക്കുമ്പം ഞാൻ കൂടുതൽ വിശുദ്ധനായിട്ട് മാറും. ഞാൻ ലോകത്തിൽ നിന്ന് കൂടുതൽ വേർപെട്ടവനായിട്ട്. ഇന്ന് ഒത്തിരി പേര് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെന്ന് പറയുന്നവരുണ്ട്. അവർ ഈ ശുശ്രൂഷിക്കും തോറും പണത്തിനായിട്ടുള്ള ആർത്തി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരാരെയാണ് ശുശ്രൂഷിക്കുന്നത്? ദൈവത്തെയാണ്, പണത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാനത്തിന് വേണ്ടിയും വേറെ പൊളിറ്റിക്സിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ചർച്ച പിടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ വലിയ ട്രസ്റ്റുകൾ പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര തെരഞ്ഞെടുപ്പും വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആരെയും അവർ ശുശ്രൂഷിക്കുന്നത്? അവർ വീണ്ടും ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിശുദ്ധി പോലും ഇപ്പോൾ ഇല്ലാതെ ലോകത്തിന് പിന്നാലെ പോകുമ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് റിസൾട്ടിങ് ഇൻ എനി സാങ്ക്ടിഫിക്കേഷൻ. അതിൻ്റെ ഫലമായിട്ട് വിശദീകരണമൊന്നും നടക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുവാണ്, കർത്താവിനെ എൻസ്ലേവ്ഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ ബോണസായിട്ട് ബെനിഫിറ്റായിട്ട് കിട്ടുന്നൊരു കാര്യം വിശദീകരണം. എന്നാൽ അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ അന്തം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അന്തം നിത്യജീവൻ. എല്ലാത്തിൻ്റെയും അതിൻ്റെ ഔട്ട്കമായിട്ട്, എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമായിട്ട് എന്തിലേക്കാണ് ദൈവം ഇതെല്ലാം നടത്തുന്നത്? യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം പാപത്തെ ജയിക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. പാപത്തെ ജയിക്കുന്നത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നൊരു കാര്യം. മറിച്ച് കർത്താവിൻ്റെ ജീവൻ, കർത്താവിനെ പോലെ യേശുവിനെ പോലെ ഞാൻ ആയിത്തീരുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർത്താവ് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. റോമർ 8:29 വാക്യം. ആ പ്രീ ഡെസ്റ്റിനേഷൻ, എൻ്റെ ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ നേരത്തെ ദൈവം അത് ഡിസ്റ്റൈൻ ചെയ്തതെന്നൊക്കെ നമ്മൾ കയറിയുന്ന വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുവിനെ പോലെ ആയിത്തീരുക. യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ, കർത്താവിൻ്റെ ജീവൻ എനിക്ക് അധികമായിട്ട് ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കർത്താവിനെ ഞാൻ അധികമായിട്ട് അറിയുക, കർത്താവിനോടുള്ള ആ അടുത്തുള്ളൊരു കൂട്ടായ്മയിലേക്ക് ഞാൻ വരികയും അങ്ങനെ കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരുകയും, കർത്താവിനെ പോലെ ആയിത്തീരുന്നതനുസരിച്ച്
ആയിത്തീരുന്നതനുസരിച്ച് കർത്താവിൻ്റെ ആ ജീവൻ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന അതാ നിത്യജീവൻ. അതാണ് നിത്യജീവൻ. അത് കഴിഞ്ഞിട്ട് പറയുക പാപത്തിൻ്റെ ശമ്പളം മരണം, യേശു ക്രിസ്തുവിൽ ഉള്ള കൃപാവരമാണ്, ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഇതിപ്പോൾ നമ്മളായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന ഒരു കാര്യമല്ല നിത്യജീവൻ. നമുക്ക് നമ്മുടെ സ്വയജീവൻ്റെ വിലയാണ് നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് തൻ്റെ ജീവനെ നമുക്ക് അധികമായിട്ട് വരും. അല്ലാതെ നമ്മളുടെ സ്വയ പരിശ്രമത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല നിത്യജീവൻ. ദൈവത്തിൻ്റെ കൃപാവരമാണ്, ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റാണ് നിത്യജീവൻ. പലപ്പോഴും നിത്യജീവൻ എന്നുള്ള വാക്ക് രക്ഷ എന്നുള്ള വാക്കുമായിട്ട് നമ്മുടെ ഇന്റർചേഞ്ചബിളി അങ്ങ് സിനോണിമസ് ആയിട്ട് ക്രിസ്തീയ കുളത്തിൽ പൊതുവെ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ വചനത്തിൽ നോക്കുമ്പോൾ ആ ഒരു കാര്യമല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തെ അറിയുന്നതിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്ന ആ നിത്യജീവനിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഓരോ ചെറിയ ചെറിയ അധികാരങ്ങളൊക്കെ നമ്മുടെ കൂട്ടുസഹോദരങ്ങളോട്, നമ്മളുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ അതാണ് നമ്മൾ വായിക്കുന്നത്. നീ അവന് നൽകിയിട്ടുള്ളവർക്ക്, ഞാൻ തിരിച്ച് യോഹന്നാൻ 17:2 വന്ന് ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. 2-3 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചല്ലോ. നീ അവനെ നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നിത്യജീവൻ കൊടുക്കുന്നത്? കർത്താവിൻ്റെ ജീവനെ കൊടുക്കാനൊക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ ഇപ്പം ഈ യേശു കർത്താവ് എങ്ങനെയാണ് നിത്യജീവനെ കൊടുക്കുന്നതെന്ന് കർത്താവ് തന്നെ പറയുന്നൊരു വാക്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 10 കർത്താവ് സമർത്ഥമായ ജീവനെ കൊടുക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്താ പറയുന്നത്? യോഹന്നാൻ 10 10 വാക്യം. യോഹന്നാൻ 10:10 എന്താ വായിക്കുന്നേ? കള്ളൻ എന്തിനാ വരുന്നത്? കള്ളൻ്റെ അജണ്ട എന്താ? മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അപ്പം എങ്ങനെയാ കർത്താവ് ഈ സമർത്ഥമായ ജീവൻ കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ സാധാരണ വയ്ക്കുന്നത് കർത്താവ് നിത്യനായ ദൈവ തൃത്വത്തിൽ രണ്ടാമനായതുകൊണ്ട് കർത്താവ് സമൃദ്ധമായ ജീവൻ കൊടുക്കുവാന്നില്ല. കർത്താവ് തന്നെ ഒഴിച്ച് ഈ ഭൂമിയിൽ വന്ന് പിന്നെ കർത്താവിന് എങ്ങനെ സമൃദ്ധമായ ജീവൻ കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, താൻ ഭൂമിയിലായിരുന്നപ്പോൾ പോലും കർത്താവിന് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ എങ്ങനെ സാധിച്ചേ? 11 വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ, അവിടെ ആ ജീവനെ എന്നുള്ള ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ സൈക്കി അല്ലെങ്കിൽ സുഖി എന്നുള്ള ആ വാക്ക് പ്രാണനെ വെച്ചു കൊടുക്കുന്നു. പ്രാണനെ 11 വാക്യം, തൻ്റെ പ്രാണനെ കൊടുക്കുന്നു. തൻ്റെ സ്വന്തം ഇഷ്ടത്തെ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ, തൻ്റെ സ്വന്തം ഇഷ്ടത്തെ എപ്പോഴും പിതാവിന് മുമ്പാകെ അങ്ങ് വെച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ എപ്പോഴും യേശുവിന് നിറഞ്ഞുകൊണ്ടേ ഇരുന്നതുകൊണ്ട് ആ ജീവനെ സമർത്ഥമായിട്ട് മറ്റുള്ളവർക്ക്, അതായത് കർത്താവിൻ്റെ വാക്കുകളിലൂടെയൊക്കെ മറ്റുള്ളവർക്കൊരു ജീവൻ ലഭിക്കുന്ന ഒരു, ചിലപ്പോൾ വളരെ കാർക്കശ്യമായിട്ടുള്ള സർപ്പസന്തതികളെ എന്നായിരിക്കും വിളിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ സാത്താനെ എന്നെ വിട്ടുപോകുന്നതായിരിക്കും, ഭയങ്കര കഠിനമായിട്ടുള്ള കാര്യമായിരിക്കും പറയാം. അല്ലെങ്കിൽ വലിയൊരു തിരികലെടുത്ത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി കെട്ടണമെന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ചിലപ്പം പറഞ്ഞത്. പക്ഷേ സാത്താനെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും പത്രോസ് എന്താ പറഞ്ഞത്? നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലാവല്ലേ. അതേ പോർഷൻ, അതായത് യോഹന്നാൻ 6 അതേ സമയത്താണ് നമ്മൾ മത്തായി 16 കാര്യം വായിക്കുന്നത്. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് കർത്താവ് അവിടെ ശാസിക്കുന്ന കാര്യം മത്തായി 16 നമ്മൾ പത്രോസിനെ അതുപോലെ ഒരു മനുഷ്യനെ കർത്താവ് അത്രയും കാഠിന്യത്തോടെ ശാസിച്ച് കാണത്തില്ല. എന്നാൽ അതേ സമയത്ത് നടക്കുന്നൊരു കാര്യമാണ് യോഹന്നാൻ 6 നമ്മളത് സാക് ബെറുന്നതിനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഗെയിനിങ് ഗോഡ്സ് അപ്രൂവൽ, അംഗീകാര ശോധനകളിലൂടെ എന്നുള്ളൊരു പുസ്തകത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ട്രൂത്ത് ഞാൻ വായിക്കുന്നത്. പിന്നെ ബ്രദറിന് പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ, അതായത് സാത്താനെ എന്നെ വിട്ടുപോകുന്നുള്ള ആ വലിയ കഠിനമായിട്ടുള്ള ശാസന പത്രോസ് എങ്ങനെ അത് കണ്ടേ? ഇത് നിത്യജീവൻ്റെ മൊഴികളോ, എനിക്ക് ജീവൻ തരുന്ന ഞാനല്ലെങ്കിൽ ഞാനങ്ങ് സ്വർഗരാജ്യത്തെ ചാവിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അഹങ്കരിച്ച് പോയേനെ. എനിക്ക് പിതാവ് എന്തോ വലിയ വെളിപ്പാടൊക്കെ തന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഹങ്കരിച്ചിരിക്കുമായിരുന്നു. ബലൂൺ അങ്ങ് വീർത്തു. അപ്പോൾ നീ കർത്താവ് സൂചി വെച്ചൊരു കുത്തി അങ്ങ് ചുങ്ങിപ്പോയി. സാത്താനെ വിട്ടുപോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് നിത്യജീവൻ്റെ മൊഴികളായിരുന്നു കർത്താവ് യഥാർത്ഥത്തിൽ എനിക്ക് തിരിച്ചറിവിലേക്ക് വരാൻ അവിടുത്തെ ആ ശാസന വളരെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ കർത്താവ് എന്നെ ഒരു സുബോധത്തിലേക്ക് വരാൻ എന്നെ സഹായിച്ചില്ല. നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലാണ്ടുള്ള, ഞാൻ എന്നെ വിട്ട് എവിടെ പോകുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പം കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ വിട്ടു പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ കർത്താവ് അത് പറയുന്നത്. അല്ലെങ്കിൽ അത് പറയുന്നതിന് ശേഷമാണ് നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്നുള്ള കാര്യം അവിടെ യോഹന്നാൻ 6 നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങനെ നിത്യജീവൻ്റെ മൊഴികളെ താല്പര്യമില്ലാത്തവരൊക്കെ വിട്ടുപോകും. ഇന്നല്ലെങ്കിൽ നാളെ അവർ വിട്ടുപോകും. അവർക്ക് സമൃദ്ധിയുടെയോ അല്ലെങ്കിൽ ഇപ്പം വിടുതൽ ലഭിക്കും, ഇപ്പം അത് മാറും, ഇപ്പം ഇത് മാറും എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവർ യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ മൊഴികളെ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ അവരെന്ത് ചെയ്യും? പദ്യോപദേശമൊന്നും വേണ്ട,
അവർക്ക് അവർക്ക് കർണരസകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം. അപ്പം അങ്ങനെയുള്ളവർ വിട്ടുപോകും. അപ്പം കുറേ പേരങ്ങ് വിട്ടുപോയി, കഠിനവാക്കെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോയി യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന്. കർത്താവ് ബാക്കിയുള്ള 12 പേരോട്, അതിനകത്ത് യൂദാസ് പിശാചായിട്ട് അവിടെ ഇരിക്കുവാണ്. എന്താ നിങ്ങളിൽ ഒരാൾ പിശാചെന്ന് അവിടെ കർത്താവ് യോഹന്നാൻ 6-ാം അധ്യായത്തിന് അവസാനം പറയുന്നുണ്ട്. പിശാചിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സ്വാധീനിക്കപ്പെട്ട് അവിടെ യൂദാസ് ഇരിക്കുവാണെന്ന്. ബാക്കിയുള്ള 12 പേരോടും തന്നെ കർത്താവ് ചോദിക്കും, നിങ്ങൾക്കും വിട്ടുപോകാൻ മനസ്സുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു നിത്യജീവൻ്റെ മൊഴികളെ കർത്താവ് കൊടുത്തു. അത് എത്ര കർക്കശത്തോടാണെങ്കിലും കർത്താവ് സ്നേഹത്തോടെ ആ സത്യം അങ്ങ് സംസാരിച്ചു. അങ്ങനെ നമുക്ക് അതാ നമ്മളിപ്പം വായിച്ചു വന്നേ. എവിടെ യോഹന്നാൻ 17:2 നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടത്. നമ്മൾ നിത്യജീവനെ കൊടുക്കണമെങ്കിൽ എപ്പോഴും നിനക്ക് ജീവൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഭാര്യയോട് മക്കളോട് ഒക്കെ നമ്മൾ ചില കാര്യങ്ങളിൽ ദൈവവചന പ്രകാരമുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പം കർക്കശത്തോടെ ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. അവിടെ ആസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് അങ്ങനെയാണെങ്കിലേ അവർ നിത്യജീവനിലേക്ക് വരുത്തുള്ളൂ. അല്ലെങ്കിൽ അയ്യോ എൻ്റെ ഭാര്യ മുറിപ്പെട്ടാലോ, എൻ്റെ മക്കൾ അയ്യോ അവർ പൊന്നല്ലേ, അവരെ ഒന്ന് ഞാൻ മുറിപ്പെടുത്തരുതല്ലോ, അവരങ്ങ് ഡിസ്കറേജ് ആകുക, അവരെ ഒന്ന് തിരുത്താതെ, അവരൊന്ന് കറക്റ്റ് ചെയ്യാതെ, ഡിസിപ്ലിൻ ചെയ്യാതെ, അങ്ങനെ തേനെ പാലേന്ന് മാത്രം പിടിച്ചുകൊണ്ടിരുന്ന് അവർ നിത്യനാശത്തിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. ഇന്ന് അവർക്ക് നിത്യജീവനെ കൊടുക്കണമെങ്കിൽ നിത്യജീവനെ കൊടുക്കാൻ വേണ്ടി ദൈവം പിതാവെന്നുള്ള നിലയിലും മാതാവെന്നുള്ള നിലയിലും നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കാതെ അയ്യോ അവർക്ക് വിഷമിക്കുകയോ, അയ്യോ ഞാൻ അവരോട് എൻ്റെ ടെമ്പറമെൻ്റ് ഇങ്ങനെ, ഞാനിങ്ങനെ പൊന്നെ പൊറ്റീന്നേ പറയത്തുള്ളൂ, അങ്ങനെയല്ലേ. നമുക്ക് ഏത് ടെമ്പറമെൻ്റ് ഉണ്ടായാലും പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമുക്ക് ദൈവം തരുമ്പം, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നമ്മളൊരു നിലപാടെടുക്കുമ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും, കുറച്ച് പേർക്കല്ല എല്ലാവർക്കും നിത്യജീവനെ കൊടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് ആത്മീയ അധികാരം തരുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് പിതാവിനെയും അവൻ അയച്ചവനെ യേശുവിനെയും അറിയുന്നതാണ്. പിതാവിനെ എൻ്റെ പപ്പയായിട്ട്, എൻ്റെ ഡാഡിയായിട്ട് ഈ സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ടെന്നുള്ള ഒരു അറിവ്, എന്നെ കരുതുന്നവനായിട്ടൊരു അപ്പച്ചനുണ്ട്, എനിക്ക് എല്ലാ ആവശ്യങ്ങളും പറയാനൊക്കുന്ന ഒരു പിതാവുണ്ട്, ആ പിതാവിനെ അറിയുന്ന ഒരറിവ്. പിന്നെ യേശുവിനെ ആത്മമണവാളനായിട്ട് യേശുവിനെ അറിയുന്നൊരറിവ്, കർത്താവിനെ രാജാവായിട്ടും കർത്താവിനെ ഇടയനായിട്ടും രാജാവായിട്ടും പ്രഭുവായിട്ടും നാഥനായിട്ടും ആത്മമണവാളനായിട്ടും എല്ലാം അറിയുന്നൊരറിവ്. അങ്ങനെ ആ ഒരു അറിവ് അങ്ങനെ അറിയുന്തോറും കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ ആ സ്വഭാവം നമ്മളിലും, പിതാവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ സ്വഭാവവും ഒക്കെ, പിതാവിൻ്റെ സ്വഭാവം തന്നെ യേശുവിൻ്റെ സ്വഭാവം നമ്മളിലും വർദ്ധിച്ചു വരും. ആ ഒരു കാര്യമാണ് നമ്മൾ 2-3 വാക്യങ്ങളിൽ നിന്ന് കണ്ടേ. അപ്പം ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യുമോ? എന്താ നമ്മൾ 16:32 നമ്മളൊന്ന് ആദ്യം കണ്ടു. തനിക്ക് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ട്, പിതാവിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് തന്നെ ഒരിക്കലും പിതാവ് കൈവിട്ടിട്ടില്ല എന്ന് പറയുന്ന ആ 8:29 എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ 16:32 നമ്മൾ ചേർത്ത് ചിന്തിച്ചു. പിന്നെ നമ്മൾ കർത്താവിന് നാഴിക വന്നിരിക്കുന്ന കാര്യം, എപ്പോഴും പിതാവിൻ്റെ നാഴികയ്ക്കൊത്തവണ്ണം മാത്രം ജീവിച്ച, പിതാവിൻ്റെ ആ ഒരു പ്രേരണയ്ക്കൊത്തവണ്ണം മാത്രം ജീവിച്ച യേശുവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ 2-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും കണ്ടൊരു കാര്യം, ദൈവം നമുക്ക് ഒരു അധികാരം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടി? മറ്റുള്ളവരെ നിത്യജീവനിലേക്ക് നയിക്കാൻ വേണ്ടി. അവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ, ശരിയാണ്, തെറ്റ് ചെയ്യാത്ത സമയത്തെല്ലാം നമ്മൾ ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ മക്കൾക്കായാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഒക്കെ നമ്മൾ ഒത്തിരി അപ്രീസിയേഷനും എൻകറേജ്മെൻറ്റും എല്ലാം ഒത്തിരി റോളുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള, ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഭാര്യയോ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെ ഒക്കെ പകച്ചില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ലൂക്കോസ് പറഞ്ഞാൽ. അവർ വന്നങ്ങ് ബഹളം വെച്ചു, അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ അവിടെ പകയ്ക്കണം, എല്ലാവരും കൂടെ വന്ന് ബഹളം വെച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലായിടത്തും കൊടുത്തു. അവർ വിളിച്ച് എനിക്ക് സ്വസ്ഥത തന്നില്ല, അപ്പം ഞാൻ എൻ്റെ പേഴ്സ് തുറന്ന് എല്ലാം അങ്ങ് കൊടുത്തു. അങ്ങനെയല്ല, ആര് എന്തൊക്കെ പറഞ്ഞാലും കർത്താവേ, എല്ലാവരെയും പകച്ച് എനിക്ക് അങ്ങേ മാത്രം സ്നേഹിക്കണം. അവർ അങ്ങ് പറയുന്നത് എന്താണോ അത് എനിക്ക് അനുസരിക്കണം. അവരുടെ ഭാര്യ എന്ത് പറഞ്ഞോ, മോളെന്ത് പറഞ്ഞോ, മരുമോൻ എന്ത് പറഞ്ഞോ, അവർ അയൽവക്കത്തുകാരെന്ത് പറഞ്ഞോ എന്നുള്ളതല്ല കർത്താവേ, അങ്ങ് പറയുന്നത് എന്താണെന്നുള്ളത് അതെനിക്ക് നോക്കണം. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അവരെയും നിത്യജീവനിലേക്ക് നമുക്ക് നയിക്കാനൊക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് സ്വർഗത്തിലേക്ക് കഷ്ടിച്ചെത്തുമായിരിക്കും. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടെ പകുതി പേര് കാണും, പകുതി പേര് കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ. നമ്മളുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെല്ലാവരും, നമ്മളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും, നമ്മളുടെ ഭാര്യയോ ഭർത്താവോ, അവരെല്ലാം കർത്താവിലേക്ക് അന്ന് അവിടെ നിത്യതയിൽ കാണണം. ദ സർക്കിൾ ഷുഡൻ ബി ബ്രോക്കൺ എന്നൊക്കെ നമ്മളൊരു പാട്ടിലൊക്കെ, ഇംഗ്ലീഷ് പാട്ടിലൊക്കെ പാടുന്ന പോലെ കർത്താവിനെ അറിയുന്ന ആ ഒരു നിത്യജീവനിലേക്ക് മറ്റുള്ളവർ വരാൻ വേണ്ടി നമ്മൾ
കർത്താവിൻ്റെ വചനങ്ങളെ പറയുവാൻ, ജീവൻ്റെ ആകാത്ത വാക്കൊന്നും പറയാതെ കൃപ നൽകുന്ന, ജീവനെ നൽകുന്ന വാക്കുകൾ പറയാനായിട്ട് നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാൻ. പരിശുദ്ധാത്മ നമ്മൾ നിറയ്ക്കട്ടെ. കർത്താവിനെ അറിയുന്ന അറിവിലേക്കും കർത്താവിൻ്റെ സ്വഭാവത്തിലേക്കും ഒക്കെ ദൈവം നമ്മളെ അധികമായിട്ട് നടത്തട്ടെ. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നൽകണേ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മുടെ ഇഷ്ടപ്രകാരം എവിടെയെങ്കിലുമൊക്കെ പോയി മാർത്തയെ പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവൻ വെക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം കാണും. എന്താ, എവിടെയാണോ ദൈവം നമ്മളെക്കുറിച്ച് ജീവൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ വീട്ടിലായിരിക്കും. ജീവൻ വെക്കണം എന്ന് പറഞ്ഞാൽ പ്രാണൻ വെക്കുന്നത്. അത് കൊച്ചു കുഞ്ഞുപദേശി, സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ പാട്ടാണ്. അപ്പോൾ എവിടെയാണോ ജീവൻ വെക്കേണ്ടത്, ചിലപ്പം വീട്ടിലായിരിക്കും, ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പം യാത്രയിലായിരിക്കും, ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾ മൊബൈൽ നോക്കുമ്പോഴായിരിക്കും ജീവൻ വെക്കേണ്ടത്, നമ്മുടെ പ്രാണനെ വെക്കേണ്ടത്, നമ്മുടെ സ്വന്തം ഇഷ്ടം. വെറുതെ എന്തെങ്കിലുമൊക്കെ കുറേ ടൈം കളയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആ പ്രാണനെ, ഇവിടെ മൊബൈലിൻ്റെ ഇന്ന് പലർക്കും മൊബൈലിൻ്റെ അടുത്ത് ടി വിയുടെ അടുത്തൊക്കെ ആ ജീവൻ വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എവിടെ പോയി ഞാൻ യേശുവിനായിട്ട് ജീവൻ വെക്കണോ അവിടെ തന്നെ പോകാൻ കർത്താവേ, എവിടെയാണോ അതിനായിട്ടുള്ള എനിക്ക് മനസ്സ് നൽകണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിത്യജീവനെ കിട്ടത്തുള്ളൂ. നിത്യജീവൻ അത് ഫ്രീ ഗിഫ്റ്റാണ്. പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപാപരമാണ്, ഫ്രീ ഗിഫ്റ്റാണ്. റോമർ 6:23 എന്ന ഇറ്റ് ഈസ് എ മോസ്റ്റ് എക്സ്പെൻസീവ് ഗിഫ്റ്റ്. ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം, അതാണ് ഏറ്റവും ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും വിലയേറിയത്. എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ആ ജീവനാണ്. അതാ കർത്താവ് ഫ്രീ ആയിട്ട് തരുന്നത്. പക്ഷെ ആ ഫ്രീ ആയിട്ട് കിട്ടണ്ട, ഫ്രീ ആയിട്ടുള്ളത് അത് കർത്താവ് വാല്യൂ ചെയ്യുന്നവർക്ക്, വിലമതിക്കുന്നവർക്ക് കൊടുക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ആ സ്വന്തം ജീവനെ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങൾ ഇപ്പോൾ സിസ്റ്റർ വായിച്ചതുപോലെ നമ്മളുടെ മർത്യശരീരത്തിൽ നമ്മുടെ യേശുവിനെ മരണം വഹിക്കുമ്പോഴാണ് കർത്താവിന് നിത്യജീവൻ, കർത്താവിൻ്റെ ആ ഫ്രീ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. എവിടെ ഗിഫ്റ്റ് കിട്ടുന്നത്? കർത്താവ് ശരിയാണ്, നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ ഒരിക്കൽ കിട്ടുന്നതല്ല, അതുകൊണ്ട് അത് ഗിഫ്റ്റാണ്. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നത് സാലറിയാണ്. നമ്മൾ ഒരു മാസം ഫുള്ള് വർക്ക് ചെയ്തു, അതിന് കിട്ടുന്നത് അതെനിക്ക് ഗിഫ്റ്റാണെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ഒരു മാസം അധ്വാനിച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്, സാലറിയാണ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ സാലറി നിത്യജീവനാന്നല്ല, ഗിഫ്റ്റാണ്. പക്ഷെ അത് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ സ്വയജീവനാകുന്ന വിലയേ ഉള്ളത്. സ്വയജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെ അങ്ങ് ഓരോ സമയത്തും കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് പ്രസാദമുള്ളത് ചെയ്യാനല്ല കർത്താവ്, അവിടത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യാൻ, പറയാൻ നമുക്ക് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ കർക്കശമായിട്ട് പറയാൻ നമുക്ക് പ്രയാസമായിരിക്കും. പക്ഷേ കർത്താവേ, ഈ സമയത്ത് എന്താ എങ്ങനെ പറയണ്ടേ, അവിടെ നിന്ന് തന്നെ പരിശുദ്ധാത്മാവിൽ എനിക്ക് കർത്താവ് പറയാനുള്ള വാക്കുകൾ തരണം. ചില സമയത്ത് ഇതിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നമ്മുടെ സ്വയജീവനെ വെക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ജീവനെ നമുക്ക് തരുന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മളുടെ സ്വഭാവമായിട്ട് മാറിത്തീരും അധികമായിട്ട്. അപ്പം നിനക്ക് വേണ്ടി ഞാൻ ധരയിൽ എന്ത് വേണം, എനിക്ക് കർത്താവേ വേറെ ആശയൊന്നുമില്ല, ഇവിടെ പോയിട്ട് ഞാൻ കർത്താവേ എൻ്റെ പ്രാണനെ വെക്കണോ, അവിടെയൊക്കെ എനിക്ക് ആടുകൾക്ക് ജീവൻ നൽകണമെങ്കിൽ കർത്താവേ ഓരോയിടത്തും എൻ്റെ പ്രാണനെ വെച്ചാലേ എനിക്ക് അവിടുത്തെ ജീവനാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാൻ, എൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് കേൾക്കുന്നതൊക്കെ കൃപ ലഭിക്കേണ്ടതിനുള്ള വാക്കുകളെന്ന് എഫേസ്യർ 4:29 പറയുമ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതാണ് നിത്യജീവൻ. ജീവൻ്റെ വാക്കുകളെ കൊടുക്കാൻ, ജീവൻ്റെ മൊഴികളെ കൊടുക്കാൻ, ദുരിതക്ലേശോ പീഡയോ എന്നുള്ള കർത്താവ് വരികയില്ലെന്നരികിലെ യേശു കരുണാസമുദ്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പാടുന്നുണ്ട്. ദേശമായിട്ട് 13-ാമത്തെ വാക്യത്തിൽ 13-ാമത്തെ സ്റ്റാൻസയിൽ ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ മോശക്കാരൊന്നും ഇവിടെ കണ്ടവർ കൂടെ ഇന്ന് നമ്മളെ മറ്റുള്ളവർ മോശക്കാരായിട്ടായിരിക്കും, ഇവരെന്തോ ആൾക്കാർ എന്നൊക്കെ ആയിരിക്കും മോശക്കാരായിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ അന്ന് കർത്താവിൻ്റെ കൂടെ നമുക്ക് വാഴാൻ പറ്റും. കർത്താവിന് വേണ്ടി ചിയർ വിളിക്കുന്ന കാര്യം, ചിയർന്ന് ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ വായിക്കുന്ന അത് 4-ാമത്തെ സ്റ്റാൻസയിൽ ധരയിൽ അവന് ചിയർ വിളിപ്പാൻ ഉള്ളം കൊതിക്കുന്നു. കർത്താവിനായിട്ട് ചിയർ വിളിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനായിട്ട് ജീവൻ കൊടുക്കാം, അവിടുത്തെ ജീവനെ നമുക്ക് നേടാം. നമ്മൾ ഇതിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലെ കർത്താവെ എനിക്ക് തന്നിട്ടുള്ളവർക്കെല്ലാം ജീവനെ കൊടുക്കുന്നതൊക്കെ കൊണ്ട് നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ ആരോടൊക്കെ കോണ്ടാക്റ്റിലേക്ക് വരുന്നു, അവർക്കെല്ലാം നമ്മുടെ ജീവിതം കൊണ്ടൊരു ജീവനെ കൊടുക്കണം. എബ്രഹാമിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അതാ ഭൂമിയിലെങ്ങും എല്ലാ ഭവനങ്ങൾക്കും നമ്മൾ അനുഗ്രഹമാകണം എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവിലൂടെ ആണെന്നുള്ള കാര്യം നമ്മൾ ഗലാത്യർ 3:13 വാക്യത്തിൽ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണമെങ്കിൽ നമ്മുടെ സ്വയജീവനെ വെക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വയജീവനെ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമാക്കി ദൈവം അത് തീർക്കട്ടെ. നമുക്ക് ആ ഒരു സമർപ്പണത്തോടെ കർത്താവിനായിട്ട് ജീവൻ വെക്കാനുള്ള ഒരു വലിയ സമർപ്പണത്തോടെ കർത്താവിനെ നോക്കി നമുക്ക് ഒരുമിച്ച് പാടാം.
വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, എനിക്കു വേറില്ലാശയം നിന്റേശു മാത്രമേ, എനിക്കു വേറില്ലാശയം നിന്റേശു മാത്രമേ. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്കു മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്കു മനസ്സു നൽകണേ. ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, കരുണ സമുദ്രമേ വരികയില്ലെന്നരികിലേശു കരുണ സമുദ്രമേ. കുരിശിൽ തൂങ്ങിയോ രാജരാജനായി, തൂങ്ങിയോ രാജരാജനായി, കരയിലവനു തിരവിളിപ്പാനുള്ളം കൊതിക്കുന്നേ, കരയിലവനു തിരവിളിപ്പാനുള്ളം കൊതിക്കുന്നു. മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്റെ, മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്റെ, നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും, നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും. ലോകരാജ്യങ്ങൾ ആകെ ഇളകി മാറിടും, ലോകരാജ്യങ്ങൾ ആകെ ഇളകി മാറിടും, ലോകമെങ്ങും യേശുവെന്ന നാമമായിടും, ലോകമെങ്ങും യേശുവെന്ന നാമമായിടും. സിംഹതുല്യരായി ഭൂമിൽ ഭരണം ചെയ്യുമോ, സിംഹതുല്യരായി ഭൂമിൽ ഭരണം ചെയ്യുമോ, സിംഹരാജനേശു മുമ്പിൽ അഭയം നേടിടും, സിംഹരാജനേശു മുമ്പിൽ അഭയം നേടിടും. യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ. നാശമില്ല രാജ്യം അവിടെ രാജനും തനേ, നാശമില്ല രാജ്യം അവിടെ രാജനും തനേ. ജാതി ഭേദമോ ഇല്ലവിടാതിരും തന്നെ, ജാതി ഭേദമോ ഇല്ലവിടാതിരും തന്നെ, ജാതി ഭേദമൊക്കെ യേശു നീക്കും സ്നേഹത്താൽ, ജാതി ഭേദമൊക്കെ യേശു നീക്കും സ്നേഹത്താൽ. വരുന്ന രാജ്യത്തിൽ യുദ്ധ സൈന്യമില്ലതാ, വരുന്ന രാജ്യത്തിൽ യുദ്ധ സൈന്യമില്ലതാ, വരുന്ന രാജ്യവാസികൾക്കു ഭരണം സ്നേഹമേ, വരുന്ന രാജ്യവാസികൾക്കു ഭരണം സ്നേഹമേ. വാഴുകുന്തങ്ങൾ അവിടെ ഉഴവിലേറുന്ന, വാഴുകുന്തങ്ങൾ അവിടെ ഉഴവിലേറുന്ന, ഒഴുക്കലായി തീർക്കുമാരും സ്നേഹമിത്രരായി, ഒഴുക്കലായി തീർക്കുമാരും സ്നേഹമിത്രരായി. ദുഷ്ടജന്തുക്കൾ പോലും സത്വബുദ്ധികൾ, ദുഷ്ടജന്തുക്കൾ പോലും സത്വബുദ്ധികൾ, ദുഷ്ടസിംഹം കാള പോലെ പുല്ലു തിന്നിടും, ദുഷ്ടസിംഹം കാള പോലെ പുല്ലു തിന്നിടും. ദേശം ദേശമായി
യേശു ഭരണം ചെയ്യുമ്പോ, ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോ, മോശക്കാരൻ ഇവിടെ കണ്ടോ കൂടെ വാണിടും, മോശക്കാരൻ ഇവിടെ കണ്ടോ കൂടെ വാണിടും. നിനക്കു വേണ്ടി ഞാൻ എന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ എന്തു വേണമോ, എനിക്കു വേറില്ലാശയം എന്നേക്കു മാത്രമേ, എനിക്കു വേറില്ലാശയം എന്നേക്കു മാത്രമേ. അവിടത്തേക്ക് വേണ്ടി ചേർ വിളിക്കുവാൻ, അവിടത്തേക്ക് വേണ്ടി ജസ്റ്റ് വാഗോട്ട് ചേർ വിളിക്കുക എന്നത് മാത്രമല്ല കാര്യം, മറിച്ച് സ്വയജീവനെ വെച്ച് നിത്യജീവനെ നേടിക്കൊണ്ട് ആ ജീവന്റെ സമൃദ്ധിയിൽ ചേർ വിളിക്കുവാൻ തൻ്റെ ജീവനെ തരാനായിട്ട് കർത്താവ്, നിത്യജീവനെ തരാനായിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. തൻ്റെ സ്വയജീവനെ, ആ സ്വയജീവനെ, തൻ്റെ പ്രാണനെ, ആ പ്രാണരക്തം മുഴുവനും നമുക്കായിട്ട് കുരിശിലൂറ്റി തന്നു. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിലുടനീളം ആ ചോരപ്പാടുകളുണ്ടായിരുന്നു. ആ ക്രൂസിലെ അവസാനത്തെ ഏതാനും നാഴികൾ മാത്രമല്ലായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിലെ ചോരപ്പാടുകൾ. ആ സ്വയജീവനാകുന്ന തൻ്റെ ആ പ്രാണരക്തം കർത്താവ് ഒരിക്കലും തന്നെ പ്രസാദിക്കാതെ എപ്പോഴും പിതാവിനെ പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ആ കാൽപ്പാടുകളിലെല്ലാം ഒരു ചോരപ്പാടുകളുണ്ടായിരുന്നു. ക്രൂസിൻ്റെ വഴിയിലേക്ക് പോയ ആ യേശു കർത്താവ് സ്വന്തം ഇഷ്ടം ചെയ്യാതെ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പിതാവ് സമർത്ഥമായിട്ട് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകി, അളവില്ലാതെ ജീവന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നൽകിയ ആ പിതാവ് അങ്ങനെ ആ ജീവൻ യേശുവിൽ നിന്ന് പ്രവഹിച്ച് അത് ആ ശിഷ്യന്മാരിലേക്ക് അങ്ങനെ അനേകർക്ക് ജീവൻ കൊടുക്കാനായിട്ട് കർത്താവിന് സാധിച്ചു. തൻ്റെ ഇടയ്ക്കിലേക്ക് പിതാവായ ഈശോർക്കെല്ലാം ജീവന്റെ മൊഴികളെ കൊടുക്കാനായിട്ട് ചിലർക്ക് അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കായി തീർന്നു. അവരത് ഏറ്റെടുക്കാത്തതുകൊണ്ട്, കർത്താവിൻ്റെ ജീവന്റെ മൊഴികളെ ഏറ്റെടുക്കാത്തവർക്ക് അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് അവർ കൂടുതൽ കഠിനപ്പെട്ട് കൂടുതൽ ശിക്ഷാവിധിയിലേക്ക് പോയി. എന്നാൽ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെ പോലുള്ള അവരെല്ലാം ആ ജീവന്റെ മൊഴികളിൽ, ആ വാളിൽ, കർത്താവിൻ്റെ ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള വാൾ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വാളിനാൽ അവരെല്ലാം അവരുടെ ജഡം ചീന്തപ്പെടുകയും അവരെല്ലാം ജീവൻ പ്രാപിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരും അവരും ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അവരുടെ സ്വയജീവനെ മരിച്ച് അവരും അനേകർക്ക് ജീവൻ കൊടുക്കാനായിട്ട് ആ പെന്തക്കോസ്ത് നാളിൽ തന്നെ 3000-3000-ലധികം പേർക്ക് നിത്യജീവനെ പത്രോസിലൂടെ കൊടുക്കാനായിട്ട് യേശുവിന് സാധിച്ചു. പിന്നീട് 5000-ഓളം പേർക്ക്, പിന്നീട് അങ്ങനെ എത്രയോ പേർക്ക് ജീവന്റെ മൊഴികളെ കൊടുക്കാനായിട്ട് ആ സഹോദരങ്ങൾക്കെല്ലാം സാധിച്ചു. ഇന്നും നമുക്കും ജീവന്റെ മൊഴികളെ നമ്മൾ എത്രയോ പേരോട് നമ്മൾ ഓരോ ദിവസം സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നവർക്കെല്ലാം ജീവന്റെ മൊഴികളെ കൊടുക്കാൻ, നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജീവന്റെ മൊഴികളെ കൊടുക്കണമെങ്കിൽ ഉത്സാഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ആവശ്യമുള്ളപ്പം കർക്കശത്തിൻ്റെയും ഒക്കെയുള്ള മൊഴികളെ കൊടുക്കാനായിട്ട് നമ്മുടെ സ്വയജീവനെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യവും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന് മുമ്പാകെ പരിശുദ്ധാത്മാവിനെ നമ്മളതിനായിട്ട് സഹായിക്കും. പരിശുദ്ധാത്മാവ് ഇപ്പോഴും ആ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ അടിയുറവ് പറയുവാൻ പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ വഴി നടത്തും. അതിൻ്റെ പ്രേരണയ്ക്ക് നമ്മളങ്ങ് പ്രതികരിച്ചുകൊണ്ട് നമ്മത്തിനെ എപ്പോഴും താഴ്ത്തി എത്തിച്ചുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ വന്ന അളവില്ലാതെ നിറഞ്ഞ് നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മളുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ മറ്റുള്ള അനേകർക്ക് ജീവനെ ലഭിക്കുവാനിടയാക്കി. എത്ര വലിയൊരു സൗഭാഗ്യകരമായ ജീവിതം, അനേക ജീവജലത്തിൻ്റെ നദികൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകണമെന്നകത്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനേകർക്ക് ജീവനെ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തിട്ടുള്ള, ദൈവം നമുക്ക് തരുന്നവർക്കെല്ലാം, ദൈവം നമുക്ക് ആരുടെയെല്ലാം ഇതിന് അധികാരം തരുന്നവർക്കെല്ലാം ജീവനെ കൊടുക്കാൻ തക്കവണ്ണം അങ്ങനെ യേശുവിനെ അറിയുന്ന ഒരു ജീവൻ, പിതാവിനെ അറിയുന്ന ഒരു ജീവനെ കൊടുക്കാനായിട്ട്, പിതാവിൻ്റെ സ്വഭാവമാകുന്ന ജീവനെ കൊടുക്കാനായിട്ട് എത്ര വലിയൊരു ഭാഗ്യവതയുള്ള ജീവൻ നമുക്ക് കർത്താവേ, ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയൊരു ജീവന സമൃദ്ധിയിലേക്ക് എന്നെ നയിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് ഇനി അനേകർക്ക് കർത്താവേ ജീവൻ കൊടുക്കാൻ തക്കവണ്ണം, നമ്മൾ പറയുന്ന വാക്കുകൾ അനേകർക്ക് ജീവനായി തീരുവാൻ തക്കവണ്ണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് തന്നെ കർത്താവേ, അതിനായിട്ട് എന്ത് വില കൊടുക്കാനും കർത്താവേ ഞാൻ തയ്യാറാണ്. കർത്താവേ, അതിനായിട്ട് അവിടെ തന്നെ തകർക്കണമേ, നൊറുക്കണമേ. പുത്രനെ തകർക്കുവാൻ പിതാവേ പ്രസാദം തോന്നി. നമ്മുടെ യശയ്യാ 53-12 വാക്യത്തിൽ വായിക്കുന്നത് പോലെ പുത്രനെ തകർത്ത് ജീവനെ സമർത്ഥമായിട്ട് കൊടുത്തതുപോലെ നമ്മളെയും നമ്മുടെ സ്വയജീവനെ തകർത്ത്, നമ്മുടെ ജഡത്തെ തകർത്ത്
അനേകർക്ക് ആ ജീവന്റെ സമൃദ്ധി ലഭിക്കാൻ തക്കവണ്ണം നമ്മളെ തകർത്ത് ദൈവം നമ്മളിലേക്ക് ആ ജീവൻ അധികമായിട്ട് അളവിലാതെ നിറയ്ക്കാൻ തക്കവണ്ണം നമുക്ക് തന്നെ സമ്പൂർണ്ണമായിട്ടും ദൈവം ഭാഗ്യം തുറന്നു കൊടുക്കാം. പിതാവേ, അവിടുത്തെ ജീവനെ കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങൾക്ക് അധികമായിട്ട് ലഭിക്കണം കർത്താവെ. ഞങ്ങൾക്ക് കർത്താവ് ശുഷ്കിച്ച ജീവൻ പോലെ കർത്താവെ സമൃദ്ധമായിട്ടുള്ളൊരു ജീവൻ വേണം. അതിനായിട്ട് കർത്താവ് എപ്പോഴും കർത്താവ് ഞങ്ങളുടെ മധ്യശരീരത്തിൽ യേശുവിൻ്റെ മരണം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ പിതാവിന് പ്രസാദമുള്ളത് മാത്രം ചെയ്ത് യേശു എപ്പോഴും കർത്താവെ ആ മരണം മരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടേയിരുന്നുവല്ലോ. അതുപോലെ കർത്താവ് ഞങ്ങൾക്കും കർത്താവ് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ ഒരു യേശുവിനെ മരണം വഹിക്കുവാനും അങ്ങനെ ജീവന സമൃദ്ധി ഞങ്ങളിൽ മരണവും മറ്റുള്ളവരിലേക്ക് ആ ജീവനെ ഒഴുകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്കത് കർത്താവ് നിത്യജീവനിലേക്ക് അവരുടെ രക്ഷയിലേക്കും ശിശുത്വത്തിലേക്കും വരുവാൻ ഉതകുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളുടെ ജീവനെ ഞങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളൊക്കെ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാഴിക പോലെ എല്ലാം നടക്കുവാൻ കർത്താവ് ഞങ്ങളുടെ അവിടുത്തെ ടൈം അനുസരിച്ച് അവിടുത്തോട് സ്പർശതയുള്ളവരായിട്ട് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് കർത്താവെ ഞങ്ങളത്തിനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ അവിടുന്ന് നടന്ന പോലെ നടപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചിട്ട് അങ്ങേ കൂടുതലായിട്ട് അറിയുവാൻ ആത്മഗുണവാളായിട്ട് അറിയുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ സർവശക്തനായ ദൈവമായിട്ട് അറിഞ്ഞ് കർത്താവെ അതുപോലെ സ്വർഗത്തിലൊരു ഡാഡിയുണ്ട് പപ്പയുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടെ ധൈര്യത്തോടെ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ.